ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഒത്തുകൂടൽ ദുനിയാവിലും ആഖിറത്തിലും നമുക്ക് ഉപകരിക്കുന്ന സൽക്കർമ്മമായി നമ്മിൽ നിന്ന് കബൂലാക്കട്ടെ. നമ്മുടെ അഹ്ലുകാരും നമ്മുടെ ഉസ്താദുമാരും നമ്മുടെ സാദാത്യങ്ങളും ആലിമീങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും ആഫിയത്തോടുകൂടെയുള്ള ഇസ്സത്തോടുകൂടെയുള്ള തഖ്വയോടുകൂടെയുള്ള ദീർഘായുസ്സ് കൊണ്ട് അനുഗ്രഹിക്കട്ടെ. രോഗികളായവരുടെ രോഗങ്ങൾക്ക് അല്ലാഹു പരിപൂർണ ശിഫാഇനെ നൽകി അനുഗ്രഹിക്കട്ടെ. ഈ മഹത്തായ സദസ്സിലൊരുമിച്ച് കൂടിയിട്ടുള്ള പ്രിയപ്പെട്ട ആലിമീങ്ങളെ, കാരണവന്മാരെ, ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ പോഷക സംഘടനകളുടെ സഹപ്രവർത്തകരെ, ആമുഖങ്ങളില്ലാതെ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാം. ഇൻഷാ അല്ലാഹ് മഗ്‌രിബ് നിസ്കാരത്തിന് ശേഷം നോട്ടീസിലൂടെ എല്ലാവരെയും അറിയിച്ചിട്ടുള്ളതുപോലെ പ്രഭാഷണവും മുഖാമുഖവും ഇവിടെ നടക്കാനിരിക്കുന്നു. ആലുവ തരീഖത്ത് വിമർശിക്കപ്പെടുന്നത് എന്തുകൊണ്ടാണ്? ഇതാണ് നമ്മുടെ വിഷയം. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നുണ്ട്, യാ അയ്യുഹന്നാസ് ഖദ് ജാഅതുകും മൗഇദത്തുൻ മിർ റബ്ബികും വശിഫാഉൻ ലിമാ ഫിസ് സുദൂർ വഹുദൻ വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ. ഈ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂചിപ്പിക്കുന്നത്, ഒരു മനുഷ്യന്റെ ഈമാനിന്റെ സമ്പൂർണതയ്ക്കാവശ്യമായ ദീനിന്റെ വിവിധ ഘട്ടങ്ങളാകുന്ന, സ്ഥാനങ്ങളാകുന്ന ശരീഅത്തും തരീഖത്തും ഹഖീഖത്തുമാകുന്നു എന്ന് പല തഫ്സീറുകളും രേഖപ്പെടുത്തുന്നുണ്ട്. ഒരു മുസ്ലിമായ മനുഷ്യന്റെ ഈമാനിന്റെ സമ്പൂർണതയ്ക്കുള്ള വഴികളിൽപ്പെട്ടൊരു വഴിയാണ് തരീഖത്ത് എന്നുള്ളത്. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ തരീഖത്തുകൾക്കും ശൈഖുമാർക്കും ദിക്റുകൾക്കും എതിരാകുന്നു എന്ന് പല ആളുകളും സമസ്തയുടെ ആലിമീങ്ങളെക്കുറിച്ച്, പ്രവർത്തകരെക്കുറിച്ച് ആക്ഷേപിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ സമസ്തയുടെ ചരിത്രം മനസ്സിലാക്കിയ ആളുകൾ, അവർക്ക് വസ്തുത അറിയാം. 1933 ഫറോക്കിൽ വെച്ചുകൊണ്ട് നടന്ന സമസ്തയുടെ മഹാസമ്മേളനത്തിൽ പാസാക്കിയിട്ടുള്ള, അവതരിപ്പിച്ചിട്ടുള്ള പ്രമേയങ്ങൾ ഒരുപക്ഷെ സമസ്ത ചരിത്രത്തിൽ സമസ്തയുടെ പ്രമേയങ്ങളിൽ ഇത്രമാത്രം ചർച്ച ചെയ്യപ്പെട്ട, വിശകലനം നടന്നിട്ടുള്ള, ഖണ്ഡനങ്ങളും വാദപ്രതിവാദങ്ങളും നടന്നിട്ടുള്ള പ്രമേയം ആ ഫറോക്ക് സമ്മേളനത്തിൽ വെച്ചുകൊണ്ട് അവതരിപ്പിച്ച ആ പ്രമേയത്തെ പോലെ മറ്റൊരു പ്രമേയം, അതല്ലെങ്കിൽ സമസ്തയുടെ മറ്റൊരു തീരുമാനം ഉണ്ടാവുകയില്ല. സുന്നികളും അപ്പുറത്തുള്ളവരും തമ്മിൽ തർക്കത്തിലുള്ള സകല വിഷയങ്ങളെക്കുറിച്ചും, അതുപോലെ തന്നെ ഇവിടെ വഹാബികളും മൗദൂദികളും കയറി വന്നുകൊണ്ട് ശൈഖുമാരെയും തരീഖത്തുകളെയും ആ തരീഖത്തിന്റെ ദിക്റുകളെയും പരിഹസിച്ചുകൊണ്ട് അതൊക്കെ അനിസ്ലാമികമാകുന്നു എന്ന് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് പ്രചരണങ്ങൾ നടത്തിയ സമയത്തായിരുന്നു സമസ്തയുടെ പ്രസ്തുത പ്രമേയം. യഥാർത്ഥ തരീഖത്തുകളും ശൈഖുമാരും അവർ നൽകുന്ന ദിക്റും അവരുടെ തർബിയത്തും അത് ഇസ്ലാമികം തന്നെയാണ്, അനിസ്ലാമികം അല്ല എന്ന് പൊതുജനങ്ങളെ ബോധ്യപ്പെടുത്തുന്ന തരത്തിലുള്ള പ്രമേയമായിരുന്നു പ്രസ്തുത പ്രമേയം. പക്ഷേ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ
അതിന്റെ രൂപീകരണ സമയം മുതൽക്ക് കാലം മുതൽക്ക് ഇന്നുവരെ ചെയ്തു വന്നൊരു കാര്യമുണ്ട്. പരിശുദ്ധ ദീനിന്റെ പേരിൽ വരുന്ന കള്ള പ്രസ്ഥാനങ്ങളെ അവസരോചിതമായി കൊണ്ട് ഇടപെട്ടുകൊണ്ട് ഏത് രീതിയിലാണോ സമൂഹത്തിന് അത്തരം പ്രസ്ഥാനങ്ങളെ പരിചയപ്പെടുത്തേണ്ടത്, പറഞ്ഞുകൊടുക്കേണ്ടത്, ആ രീതി സമസ്ത എന്നും ചെയ്തിട്ടുണ്ട്. ആലുവ തരീഖത്തിനെക്കുറിച്ചും ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ 2006 തീരുമാനമെടുത്തു. നമുക്കിവിടെ ചർച്ച ചെയ്യാനുള്ളത്, ആലോചിക്കാനുള്ള വിഷയം എന്താണ് ആലുവ തരീഖത്തും നമ്മളും തമ്മിലുള്ള പ്രശ്നം എന്നുള്ളതാണ്. ആലുവ തരീഖത്തിനെ വിമർശിക്കുന്നത്, അതല്ലെങ്കിൽ ആലുവ തരീഖത്തുകാരുമായി കൊണ്ട് ആശയപരമായി നമ്മൾ അകന്നു നിൽക്കുന്നത് എന്തുകൊണ്ടാണ്? എന്താണ് ആ തരീഖത്തിന് സംഭവിച്ച പ്രശ്നം? തരീഖത്തുമായി ചർച്ച ചെയ്യുന്ന സർവ്വ കിതാബുകളിലും എല്ലാ ഇമാമിയങ്ങളും പല വിഷയങ്ങളിലും അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിലും സർവ്വ ഇമാമിയങ്ങളും ഏകോപിച്ചഭിപ്രായപ്പെട്ടൊരു കാര്യമുണ്ട്. മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു അവരുടെ പ്രസിദ്ധമായ ഗ്രന്ഥമാണല്ലോ അദ്കിയ. അദ്കിയയിലൊക്കെ തരീഖത്തിനെക്കുറിച്ച് പറഞ്ഞ ആ സ്ഥലത്ത് പറയുന്നുണ്ട്, വഖദത് തരീഖത്തു വൽ ഹഖീഖത്തു യാ അഖി മിൻ ഗൈരി ഫിഅലി ശരീഅത്തിൻ ലം തഹ്സുല. ഈ ആശയം എല്ലാ കിതാബുകളും പറയുന്നുണ്ട്. ഏത് തരീഖത്താണെങ്കിലും അത് ശരീഅത്ത് വിരുദ്ധമാവരുത്. പരിപൂർണമായി ശരീഅത്തിനോട് യോജിപ്പുണ്ടെങ്കിൽ മാത്രമേ തരീഖത്ത് അംഗീകരിക്കപ്പെടൂ. ഇത് എല്ലാ തരീഖത്തിനുമുള്ള മാനദണ്ഡമാണ്. ധാരാളം തരീഖത്തുകളുണ്ട്. 14 24 നമുക്ക് ചർച്ച ചെയ്യാം. ധാരാളം തരീഖത്തുകളുണ്ട്. ഏത് തരീഖത്താണെങ്കിലും സർവ്വ തരീഖത്തിനുമുള്ള മാനദണ്ഡം, തരീഖത്തിൽ പറയപ്പെടുന്ന ഏത് കാര്യമാണെങ്കിലും അത് ഷെയ്ഖിന്റെ പക്കലാവട്ടെ, മുരീദിന്റെ പക്കലാവട്ടെ, ആരുടെ പക്കലാണെങ്കിലും ശരി, തരീഖത്ത് പരിപൂർണമായും ശരീഅത്തിനോട് യോജിച്ചായിരിക്കണം. ശരീഅത്ത് വിരുദ്ധമായ എന്തെങ്കിലും കാര്യം തരീഖത്തിന്റെ പേരിൽ ഷെയ്ഖോ ഖലീഫമാരോ മുരീദന്മാരോ പറയുന്നെങ്കിൽ ഒരിക്കലും ആ തരീഖത്ത് സ്വീകരിക്കപ്പെടുകയില്ല. ഇതാണ് മിൻ ഗൈരി ഫിഅലി ശരീഅത്തിൻ ലം തഹ്സുല എന്ന് മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു പറഞ്ഞത്. ഇവിടെയാണ് ആലുവ തരീഖത്ത് വിമർശിക്കപ്പെടുന്ന ആ പോയിന്റ് കടന്നു വരുന്നത്. ഇതാണ് ആലുവ തരീഖത്തിന് സംഭവിച്ച പ്രശ്നം. ഞാൻ പറഞ്ഞല്ലോ, ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ 2006 ആലുവ തരീഖത്തിനെ കുറിച്ച് തീരുമാനമെടുക്കുന്നത്. ആലുവ തരീഖത്തിനെ കുറിച്ച് എല്ലാവർക്കും അറിയാം. എറണാകുളം ജില്ലയിലെ ആലുവ തുരുത്തു സ്വദേശി യൂസുഫ്, ഇതുവരെ യൂസുഫ് സുൽത്താൻ എന്നും ഇപ്പോ സ്വന്തമായിക്കൊണ്ടും അനുയായികളാലും കുതുബുസ്സമാൻ എന്നും അവകാശപ്പെടുന്ന ഈ യൂസുഫ് എന്ന വ്യക്തിയാണ് ഈ തരീഖത്തിന്റെ സ്ഥാപകൻ. ആലുവയിലെ യൂസുഫ് സുൽത്താൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ ഷെയ്ഖ് നേതൃത്വം കൊടുക്കുന്ന ഈ തരീഖത്ത്, അത് പൊതുജനങ്ങൾ ആ തരീഖത്തിൽ നിന്ന് വിട്ടുനിൽക്കണമെന്ന് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ തീരുമാനം പറഞ്ഞു. എന്തുകൊണ്ട്? ഞാൻ പറഞ്ഞു, ഏത് തരീഖത്താണെങ്കിലും എല്ലാ തരീഖത്തിനുമുള്ള മാനദണ്ഡമാണ് അത് ശരീഅത്ത് വിരുദ്ധമാകരുത് എന്ന്. ആലുവ തരീഖത്തിന്റെ ആധികാരിക പുസ്തകങ്ങൾ, ഷെയ്ഖിന്റെ മൊഴികൾ, തരീഖത്തിന്റെ പേരിൽ അവർ പ്രസിദ്ധീകരിച്ചുകൊണ്ടിരിക്കുന്ന പ്രസിദ്ധീകരണങ്ങൾ, അങ്ങനെയാണല്ലോ ഒരു പ്രസ്ഥാനത്തിന്റെ ഒരു നേതാവിന്റെ നിലപാടുകൾ മനസ്സിലാക്കുക. ഇതൊക്കെ പരിശോധിക്കുമ്പോ തരീഖത്തുകൾക്ക് നിർബന്ധമായും ഉണ്ടാവേണ്ടുന്ന ഈ നിയമം പറ്റെ ലംഘിക്കപ്പെട്ടിട്ടുണ്ട് ആലുവ തരീഖത്തിൽ. ഈ യൂസുഫ് സുൽത്താൻ എന്ന് പറയപ്പെടുന്ന ഈ ഷെയ്ഖ് മദാർ ഷാ ഖാദിരി എന്ന വ്യക്തിയാണ്. പക്ഷേ യൂസുഫ് സുൽത്താനിന് ഖിലാഫത്ത് എന്ന അധികാരം കൊടുക്കുന്നത് മുഹമ്മദ് ബാദുഷാ യമനി എന്ന അവർ പറയുന്ന ഷെയ്ഖുമാണ്. ഈ മദാർ ഷാ ഖാദിരിയും അതുപോലെ തന്നെ മുഹമ്മദ് ബാദുഷാ യമനിയും, ഇത് രണ്ടും ആലുവ തരീഖത്തുകാർക്ക് ബഹുമാനപ്പെട്ട രണ്ട് വ്യക്തികളാണ്.
യൂസുഫ് സുൽത്താൻ ത്വരീഖത്തിൽ ബൈഅത്ത് ചെയ്യുന്നത് മദാർ ഷാ ഖാദിരിൽ നിന്നാണെങ്കിൽ യൂസുഫ് സുൽത്താനിന് ത്വരീഖത്തിന്റെ ഖിലാഫത്ത് കൊടുക്കുന്നത് മദാർ ഷാ ഖാദിരിയുടെ ശൈഖാകുന്ന മുഹമ്മദ് ബാദുഷാ യമനി എന്ന വ്യക്തിയാണ്. ഈ മുഹമ്മദ് ബാദുഷാ യമനി എന്ന ഈ ശൈഖിന് ഒരു ഗ്രന്ഥമുണ്ട്, ഉറുദുവിലുള്ള ഗ്രന്ഥം. ബാദുഷാ യമനിയുടെ ഉറുദുവിലുള്ള ഗ്രന്ഥമാണിത്. ഇതിന്റെ പേര് ഗുൽസാർ ഖദീർ എന്നാണ്, ഉറുദു ഭാഷയിലുള്ള ഗ്രന്ഥമാണിത്. ഈ ഗ്രന്ഥം ഒരിക്കലും ആലുവ തരീഖത്തുകാർ നിഷേധിക്കുന്ന ഗ്രന്ഥമല്ല. ഈ ഗ്രന്ഥത്തെക്കുറിച്ച് അവർ പുറത്തിറക്കിയിട്ടുള്ള മാറ്റലിയിൽ, തരീഖത്തുകാരുടെ പ്രസിദ്ധീകരണമാണ് മാറ്റലി. ഈ മാറ്റലിയിൽ അവർ എഴുതിയത് വിലായത്തിന്റെയും മഅരിഫത്തിന്റെയും ഭാഗത്തിലേക്ക് പ്രവേശിക്കുന്നവർ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന ഗ്രന്ഥമല്ല. ഈ പുസ്തകത്തെക്കുറിച്ച് പറഞ്ഞത് വിലായത്തിന്റെയും മഅരിഫത്തിന്റെയും വഴിയിലേക്ക് പ്രവേശിക്കുന്നവർ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന ഗ്രന്ഥം, ആരിഫീങ്ങളുടെ ഗ്രന്ഥം. ഇവർ തന്നെ വിമർശനങ്ങൾക്ക് മറുപടി എന്ന പേരിൽ ഒരു പുസ്തകം ഇറക്കിയിട്ടുണ്ട്. ആ പുസ്തകത്തിൽ ഈ ഗ്രന്ഥത്തെക്കുറിച്ച് പറഞ്ഞത് അനിസ്ലാമികമായോ അഹ്ലുസുന്നത്ത് വൽ ജമാഅയുടെ വിശ്വാസ ആദർശങ്ങൾക്കോ എതിരായിക്കൊണ്ട് ഒന്നും ഗുൽസാറെ ഖദീറിൽ കാണിക്കാൻ സാധ്യമല്ല എന്നാണ്. ഞാനിത് പറഞ്ഞത് ഗുൽസാറെ ഖദീറും ആലുവ തരീഖത്തും തമ്മിലുള്ള ബന്ധം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ആലുവയിലെ യൂസുഫ് സുൽത്താന്റെ ഖിലാഫത്ത് നൽകിയ ശൈഖാകുന്ന മുഹമ്മദ് ബാദുഷാ യമനിയാൽ രചിക്കപ്പെട്ട ഗുൽസാറെ ഖദീർ അവർ വളരെ ബഹുമാനിക്കുകയും സ്വീകരിക്കുകയും ആധികാരിക ഗ്രന്ഥമായിക്കൊണ്ട് സൂഫികളുടെ ഔലിയാഇന്റെ ഗ്രന്ഥമായിക്കൊണ്ട് അവർ പറയുകയും ചെയ്യുന്ന ഈ പുസ്തകം പരിശോധിക്കുമ്പോ ഒട്ടനവധി സ്ഥലങ്ങളിൽ ശരീഅത്ത് വിരുദ്ധമായ പരാമർശങ്ങൾ. എന്നാൽ ഈ പരാമർശങ്ങളെ ഒരിക്കലും യൂസുഫ് സുൽത്താൻ നിഷേധിക്കുന്നില്ല. മാത്രമല്ല ആലുവ തരീഖത്തിന്റെ ഖലീഫമാരും നിഷേധിക്കുന്നില്ല, മറിച്ച് അതിനെ ന്യായീകരിക്കുകയാണ്. അവരുടെ സർവ്വ പുസ്തകങ്ങളിലും കാണാം. ഇതിൽ ശരീഅത്ത് വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളെ മുഴുവനും ന്യായീകരിക്കുന്ന സ്ഥിതിയാണ് സുൽത്താനിനും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഖലീഫമാർക്കും മുരീദന്മാർക്കുമുള്ളത്. ചില സാമ്പിളുകൾ നമുക്ക് മനസ്സിലാക്കാം. അള്ളാഹുവിന്റെ അമ്പിയായിനെക്കുറിച്ചും അള്ളാഹുവിന്റെ അമ്പിയാക്കളെക്കുറിച്ചും മലക്കുകളെക്കുറിച്ചും അഹ്ലുസുന്നത്ത് വൽ ജമാഅയുടെ വിശ്വാസം അവർ മഅ്സൂമുകളാണ് എന്ന്, അവർക്ക് ഇസ്മത്തുണ്ട്. അമ്പിയാക്കളുടെ പക്കൽ നിന്ന് ഒരിക്കലും തെറ്റ് സംഭവിക്കൂല. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ദീൻ തെറ്റായിക്കൊണ്ട് പറഞ്ഞിട്ടുള്ള ഏത് കാര്യമാണെങ്കിലും അതൊന്നും ഒരിക്കലും അമ്പിയാന്റെ പക്കൽ നിന്ന് സംഭവിക്കുകയില്ല. ഇതാണ് സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസം. ഇതേ രൂപത്തിൽ തന്നെ അല്ലാഹു തആല മലക്കുകൾക്കും ഇസ്മത്ത് നൽകിയിട്ടുണ്ട്. മലക്കുകളുടെ പക്കൽ നിന്നും ഒരിക്കലും തെറ്റ് സംഭവിക്കുകയില്ല. എന്നാൽ മലക്കുകളുടെ ഇസ്മത്തിനെ നിഷേധിക്കുന്ന തരത്തിൽ ആലുവ യൂസുഫ് സുൽത്താന്റെ ശൈഖാകുന്ന മുഹമ്മദ് ബാദുഷാ യമനി അദ്ദേഹത്തിന്റെ ഗുൽസാറെ ഖദീറിൽ പല സംഭവങ്ങൾ ഉദ്ധരിക്കുകയും ഈ യൂസുഫ് സുൽത്താന്റെ മുരീദുമാരും ഖലീഫമാരും ശിഷ്യന്മാരും ഈ സംഭവത്തെ ന്യായീകരിക്കുകയും ചെയ്യുന്നു. വളരെ വിചിത്രമായൊരു സംഭവം. ഗുൽസാറെ ഖദീറിന്റെ 43-ാമത്തെ പേജിൽ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ സൃഷ്ടിച്ചതുമായി ബന്ധപ്പെട്ടുകൊണ്ടൊരു സംഭവം മുഹമ്മദ് ബാദുഷാ യമനി വിശദീകരിക്കുന്നു. ആ സംഭവത്തിന്റെ തുടക്കം വജൂദ് ഹദ്റത്ത് ആദം അലൈഹിസ്സലാം ബദരിഅ ഫരിഷ്തഗാം ബേ ഹുക്മെ റബ്ബിൽ ആലമീൻ തഅമീർ പായ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ സൃഷ്ടിക്കാൻ തീരുമാനിച്ചതിന്റെ സാരം. അങ്ങനെ സൃഷ്ടിക്കാൻ തീരുമാനിച്ചപ്പോ ഹദ്റത്ത് ജിബ്രീൽ, മീകായിൽ, ഇസ്രാഫീൽ, അസ്രായീൽ അലൈഹിമുസ്സലാം, മുഅല്ലിമുൽ മലക്കൂത്ത്, പാഞ്ചോം ഫരിഷ്തെ ഹസ്ബെ മൻശ് അപ്നെ ആഗ് ഹവാ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ രൂപമുണ്ടാക്കാൻ 5 ആളുകളെ ഏൽപ്പിച്ചു. എല്ലാ വിഷയങ്ങളും നമുക്ക് ചുരുക്കി പറയാം.
അല്ലാഹു തആല ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ രൂപമുണ്ടാക്കാൻ 5 ആളുകളെ ഏൽപ്പിച്ചു. ഒന്ന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമാണ്, രണ്ടാമത്തത് മീകായിൽ അലൈഹിസ്സലാത്തു വസ്സലാമാണ്, പിന്നെ ഇസ്രാഫീൽ അലൈഹിസ്സലാമും അതുപോലെ തന്നെ അസ്രായിൽ അലൈഹിസ്സലാമും, അഞ്ചാമതായിക്കൊണ്ട് മുഅല്ലിമുൽ മലക്കൂത്ത് അഥവാ ഇബ്ലീസും. ഈ 5 ആളുകളെ അല്ലാഹു തആല ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ രൂപമുണ്ടാക്കാൻ വേണ്ടി ഏൽപ്പിച്ചു. ഈ 4 മലക്കും അഞ്ചാമതായിക്കൊണ്ട് ഇബ്ലീസും കൂടി ഇതിൽ വിശദമായിക്കൊണ്ട് പറയുന്നു 43, 44, 45 പേജുകളിലായിക്കൊണ്ട്. ഇവർ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് നല്ല മനോഹരമായ രൂപമുണ്ടാക്കി. അവർ തീരുമാനിച്ചു, അല്ലാഹു തആല പറഞ്ഞതല്ലേ, വളരെ മനോഹരമായി കൊണ്ട് തന്നെ ഒരു കുറവുമില്ലാതെ നല്ല ഭംഗിയുള്ള രൂപത്തിൽ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ രൂപമുണ്ടാക്കണമെന്ന് അവർ തീരുമാനിക്കുകയും വളരെ പണിപ്പെട്ടുകൊണ്ട് ഒരു രൂപമുണ്ടാക്കുകയും ചെയ്തു. അങ്ങനെ രൂപമുണ്ടാക്കിയതിനു ശേഷം ഇത് തുടർന്നുകൊണ്ട് പറയുന്നു, ജിസ് വഖത്ത് പർവദ് ഗാർ ആലം നെ മുലാഹദ ഫർമായ. ഈ രൂപമുണ്ടാക്കിയതിനു ശേഷം അല്ലാഹു തആല പറഞ്ഞു, ഓർ കഹായെ ഫരിഷ്തോ തുമ്നെ ആദം की सूरत 72 नहीं बनाती. നിങ്ങളുണ്ടാക്കിയ രൂപം ഒട്ടും ശരിയായിട്ടില്ല. നിങ്ങൾ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനുണ്ടാക്കിയിട്ടുള്ള രൂപം ഒട്ടും ശരിയായിട്ടില്ല. ഫരിഷ്തോം ने कहा पर्वतगार इससे 72 सूरत कैसे होगी. അല്ലാഹു തആല ഇവർ വളരെ പണിപ്പെട്ടുകൊണ്ട് വളരെ അധ്വാനിച്ചുകൊണ്ട് ഈ 5 പേരും കൂടി ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനുണ്ടാക്കിയ രൂപത്തെക്കുറിച്ച് അതൊട്ടും നല്ല രൂപത്തിലായിട്ടില്ല എന്ന് അല്ലാഹു തആല പ്രതികരിച്ചപ്പോ അവർ സ്വന്തമായിക്കൊണ്ട് ഇങ്ങനെ പറയാൻ തുടങ്ങി, ഇത്രയും മനോഹരമായ രൂപത്തിൽ ഞങ്ങൾ ആദം നബി അലൈഹിസ്സലാമിന്റെ സൂറത്തുണ്ടാക്കി, രൂപമുണ്ടാക്കി, എന്നിട്ട് അല്ലാഹുവിന് ഇഷ്ടപ്പെട്ടിട്ടില്ലല്ലോ, ഇനി എന്ത് രൂപമാണ് ഇനി ഉണ്ടാക്കാനുള്ളത് എന്നവരിങ്ങനെ പറഞ്ഞു. പക്ഷെ അല്ലാഹു തആല ബാദുഷാ യമനി പറയുന്നു, ഉസ്കാ ലുബത് സേ ശിർകോ ജുദാ കിയ. അല്ലാഹുവിന് അവരുണ്ടാക്കിയ ആ രൂപം തീരെ ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ അല്ലാഹു തആല അവരുണ്ടാക്കിയ രൂപത്തിൽ നിന്ന് ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ തല വെട്ടിമാറ്റി. അങ്ങനെ തല വെട്ടിമാറ്റുകയും ഇവരുടെ രൂപത്തെ, ഇവരുണ്ടാക്കിയ രൂപത്തെ അല്ലാഹു അംഗീകരിക്കാതിരിക്കുകയും ചെയ്തപ്പോ തുടർന്നുകൊണ്ട് പറയുന്നു, ജബ് നഫ്സെ ആദം ലാ ഖറാർ ദിയാ ഓർ ബി ഗൈദ് വഗളബ് ഫരിഷ്തോ മേ ബഡ് ഗയാ. അല്ലാഹു തആല കൽപ്പിച്ചത് പ്രകാരം അവരുണ്ടാക്കിക്കൊടുത്ത രൂപം അല്ലാഹുവിന് ഇഷ്ടപ്പെടാതിരുന്നപ്പോ ഈ 4 മലക്കുകളും അതുപോലെ തന്നെ ഇബ്ലീസും ജബ് നഫ്സെ ആദം ലാ ഖറാർ ദിയാ ഓർ ബി ഗൈദ് വഗളബ് ഫരിഷ്തോ മേ ബഡ് ഗയാ. മലക്കുകൾക്ക് ഓയിലും ഒലബും വന്നു. ആരോട്? അല്ലാഹുവിനോട് ദേഷ്യം വന്നു. മലക്കുകൾക്ക് വല്ലാത്ത ദേഷ്യം, കഠിനമായ ദേഷ്യം മലക്കുകൾക്കുണ്ടായി. ഫരിഷ്തെ ബർസഖ് ആദം കോ ദേഖ്തെ ബുരേ നസർ സേ ദേഖ്തെ. അവർ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഈ തല ഛേദിക്കപ്പെട്ട രൂപത്തിലേക്ക് ദേഷ്യത്തോടുകൂടി ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു. അങ്ങനെ ഫരിഷ്തെ ഉസ് पर चलते बढ़ते कूदते जैसा जी में आता करते. ഈ തല ഛേദിക്കപ്പെട്ട ആ രൂപം, ആ രൂപത്തിലേക്ക് ദേശത്തോടുകൂടി നോക്കുകയും ആ രൂപത്തിന്റെ മേൽ മലക്കുകൾ ചാടിക്കളിക്കുകയും ചെയ്തു. ഫരിഷ്തെ ഉസ് पर चलते बढ़ते कूदते जैसा जी में आता करते. ആ തല ഛേദിക്കപ്പെട്ട ആ രൂപത്തിന്റെ മേൽ മലക്കുകൾ ഇങ്ങനെ ചാടിക്കളിച്ചുകൊണ്ടിരിക്കുകയും ചെയ്തു. അങ്ങനെ ഒരുപാട് വർഷം, ധാരാളം വർഷം, തുറന്നുകൊണ്ട് ഇതിൽ പറയാം, ധാരാളം വർഷം ഈ തല ഛേദിക്കപ്പെട്ട രീതിയിൽ, വികൃതമാക്കപ്പെട്ട രീതിയിൽ ആ രൂപം അങ്ങനെ കടന്നു. മലക്കുകൾക്ക് വല്ലാത്ത ദേഷ്യം. മലക്കുകൾക്കുള്ള ആ ദേഷ്യത്തിന്റെ ഭാഗമായിക്കൊണ്ട് ആ രൂപത്തിന്റെ മേൽ ഇങ്ങനെ ചാടിക്കളിക്കുകയും ചെയ്യും. അങ്ങനെ 70,000 വർഷങ്ങൾ കഴിഞ്ഞപ്പോ ഫരിഷ്തെ കഹിത്തെ രഹേ അല്ലാ സാഹിബ് ഭൂൽ ഗയാ ഹെ.
അവർ മലക്കുകളിൽ പറഞ്ഞു, ധാരാളം വർഷമായല്ലോ, അല്ലാഹു തആല ആദം നബി അലൈഹി ഇസ്ലാമിന്റെ കാര്യം മറന്നിട്ടുണ്ടാകും എന്ന് മലക്കുകൾ അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞു. നീണ്ട സംഭവം ഒരു 3-4 പേജുകളിലായിക്കൊണ്ട് പറയുന്നുണ്ട്. ഞാൻ ഈ സംഭവം പറഞ്ഞത്, പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഈ സംഭവം പറഞ്ഞത്, ഈ കഥ പറഞ്ഞത്, എന്താണ് ആലുവ തരീഖത്തിനുള്ള പ്രശ്നം, ഇതേതാണ് ഗ്രന്ഥം? ഞാൻ പറഞ്ഞു, സൂഫികളുടെ, ഔലിയാക്കളുടെ, ആരിഫീങ്ങളുടെ ഗ്രന്ഥം അവർ നെഞ്ചോട് ചേർത്തിപ്പിടിക്കുന്ന ഗ്രന്ഥം എന്ന പേരിൽ അവർ പരിചയപ്പെടുത്തുന്ന, അവർ അംഗീകരിക്കുന്ന തരീഖത്തുകാരുടെ ശൈഖാകുന്ന യൂസുഫ് സുൽത്താന്റെ ഖിലാഫത്ത് നൽകിയിട്ടുള്ള മുഹമ്മദ് ബാദുഷാ യമനി എന്ന അവരുടെ ശൈഖിന്റെ ഗ്രന്ഥമാണ് ഈ ഗുൽസാർ കഥ. ഇതിൽ പറഞ്ഞ സംഭവങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അല്ലാഹു തആല ആദം അലൈഹി സ്വലാത്തു വസ്സലാമിന് രൂപമുണ്ടാക്കാൻ വേണ്ടി 5 ആളുകളെ ഏൽപ്പിച്ചു. അവർ രൂപമുണ്ടാക്കി വളരെ പണിപ്പെട്ടുകൊണ്ട്. പക്ഷെ അള്ളാഹുവിനത് ഇഷ്ടപ്പെട്ടില്ല. അള്ളാഹു ആ രൂപത്തിന്റെ തല ഛേദിച്ചു കളഞ്ഞു, മുറിച്ചു കളഞ്ഞു. അങ്ങനെ മുറിച്ചു കളഞ്ഞപ്പോ ജബ് നഫ്സെ ആദം ലാ ഖറാർ ദിയാ ഓർ ബി ഗൈൽ വ ഗളബ് ഫരിഷ്തോं में बढ़ गया. അല്ലാഹു തആല ഈ രൂപത്തിൽ ഇതിനോട് പ്രതികരിച്ചപ്പോ മലക്കുകൾക്ക് കഠിനമായ ദേഷ്യം, കോപം വന്നു. ആരോട്? അല്ലാഹുവിനോട്. ഇത് ഒരു മുസ്ലിമിന് എങ്ങനെ അംഗീകരിക്കാൻ കഴിയും? ഒരു ഉദാഹരണം മാത്രം. ഇതെങ്ങനെ നമുക്ക് അംഗീകരിക്കാൻ കഴിയും? പാപസുരക്ഷിതരായ മലക്കുകൾ, അല്ലാഹു തആല മലക്കുകളെ കുറിച്ച് പറഞ്ഞത് ലാ യഅസൂനല്ലാഹ മാ അമറഹും വയഫ്അലൂന മാ യുഅമറൂൻ. അല്ലാഹു ഇഷ്ടപ്പെടാത്ത ഒരു കാര്യം ചെയ്യൂല. അല്ലാഹുവിനെ ഒരിക്കലും ധിക്കരിക്കുകയില്ല. ഈ രൂപത്തിൽ വിശ്വസിക്കേണ്ടുന്ന മലക്കുകൾ, ആ മലക്കുകളെ കുറിച്ച് പറയുന്നു അല്ലാഹു തആല അവൻ ഏൽപ്പിച്ചത് പ്രകാരം ആദം അലൈഹി ഇസ്ലാമിന്റെ രൂപമുണ്ടാക്കി. ആ രൂപം അല്ലാഹുവിന് ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ ഇഷ്ടപ്പെടാതിരുന്നപ്പോ അല്ലാഹു തആല അതിന്റെ തല വെട്ടിക്കളഞ്ഞു. അതിൽ മലക്കുകൾക്ക് ദേഷ്യം കഠിനമായി, അല്ലാഹുവിനോടുള്ള ദേഷ്യം കഠിനമായി. കഠിനമായെന്ന് മാത്രമല്ല, ഈ ദേഷ്യം കാരണത്താൽ ആ രൂപത്തിന്റെ മുകളിൽ ഇങ്ങനെ ചാടിക്കളിക്കുകയും ചെയ്യും. അങ്ങനെ ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ മലക്കുകൾ പറയാൻ തുടങ്ങി, ആദം നബി ഇസ്ലാമിന്റെ കാര്യം അല്ലാഹ് മറന്നിട്ടുണ്ടാകും. അള്ളാഹിനെ കുറിച്ച് മലക്കുകൾ മനസ്സിലാക്കുന്നത് ഇങ്ങനെ, അല്ലാഹു തആലക്കുണ്ടോ മറവി? 70,000 അല്ല, എത്ര വർഷം കഴിഞ്ഞാലും അല്ലാഹുവിന് മറവി എന്ന കാര്യമുണ്ടോ? പക്ഷേ ബാദുഷാ യമനി പറയുന്നു, 70,000 വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ മലക്കുകൾ പരസ്പരം പറയാൻ തുടങ്ങി, ആദം നബിയുടെ കാര്യം അല്ലാഹ് മറന്നിട്ടുണ്ടാകും. അള്ളാഹുവിലേക്ക് മറവിയെ ചേർക്കുന്നു. അള്ളാഹു മറക്കാമെന്നാണ് മലക്കുകളുടെ നിലപാട് എന്ന് ഈ സംഭവത്തിലൂടെ ബാദുഷാ യമനി സമർത്ഥിക്കുന്നു. മലക്കുകൾക്ക് ദേഷ്യവും കോപവും ഉണ്ടാകാമെന്ന് ബാദുഷാ യമനി പുസ്തകത്തിലൂടെ പറയുന്നു. ഇത് ശരീഅത്ത് വിരുദ്ധമാണ്, ഇത് അബദ്ധമാണ്. ഇതിനെ വിശ്വസിക്കുന്ന, ഇങ്ങനെ എഴുതുന്ന, ഇതിനെ അംഗീകരിക്കുന്ന ഒരു ശൈഖിനെ, ഒരു വ്യക്തിയെ ഒരിക്കലും ശൈഖായിക്കൊണ്ട് അംഗീകരിക്കാൻ സാധ്യമല്ല. ഈ സംഭവത്തെക്കുറിച്ച് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ആലിമീങ്ങൾ പറഞ്ഞപ്പോ അവരുടെ പ്രകാശം എന്ന പുസ്തകത്തിൽ പല രൂപത്തിലും ഇതിനൊരു മറുപടി പറയാൻ നോക്കി, പല രൂപത്തിലും. കൂട്ടത്തിൽ അവർ പറഞ്ഞൊരു മറുപടി, ഇവിടെ ബാദുഷാ യമനി പറഞ്ഞത് ഗൈല് വ ഗളബ് എന്ന, ഈ ഗൈല് ഗളബ് എന്ന വാക്കിന് ഉറുദുവിൽ ദേഷ്യം, കോപം എന്ന് മാത്രമല്ല നല്ല അർത്ഥങ്ങളും വേറെയുണ്ട് എന്ന. ഗൈല് ഗളബ് എന്ന വാക്കിന് ദേഷ്യം, കോപം എന്ന് മാത്രമല്ല അർത്ഥമുള്ളത്, ഉറുദുവിൽ നല്ല അർത്ഥങ്ങളും വേറെയുണ്ട്. അവരുടെ പുസ്തകത്തിൽ പറഞ്ഞതാ. ഞാൻ ചോദിക്കട്ടെ, ഉറുദു ഭാഷ പ്രകാരമാണെങ്കിലും അറബ് ഭാഷ പ്രകാരമാണെങ്കിലും ഗൈല് ഗളബ് എന്ന ഈ 2 വാക്കുകൾക്ക് ദേഷ്യം, കോപം എന്ന അർത്ഥമല്ലാത്ത മറ്റ് അർത്ഥങ്ങളുണ്ടാവാം. പക്ഷേ മലക്കുകളുടെ ഇസ്മത്തിന്, പാപസുരക്ഷത്തിന് എതിരാവാത്ത ഏതെങ്കിലും ഒരർത്ഥം ഇവിടെ കൊടുത്തുകൊണ്ട് ഈ സംഭവം സമർത്ഥിക്കാൻ ഷെയ്ഖിനോ ഖലീഫമാർക്കോ മുരീദന്മാർക്കോ സാധിക്കൂല മക്കളെ. ഗളബ്,
അറബിയിലും ഉറുദുവിലുമുള്ള വാക്ക. ഒയില് അറബിയിലും ഉറുദുവിലും ഉപയോഗിക്കുന്ന വാക്ക. ഈ രണ്ട് വാക്കിന് ഏത് ഭാഷയാണെങ്കിലും ഒരു വാക്കിന് ഒരു പക്ഷേ ഒരുപാട് അർത്ഥങ്ങളുണ്ടാവാം. പക്ഷെ ഏതർത്ഥമാണെങ്കിലും ശരി, മലക്കുകളുടെ ഇസ്മത്തിന് ഭംഗം വരാത്ത തരത്തിലുള്ള ഒരു അർത്ഥം കൊടുത്തുകൊണ്ട് ഈ സംഭവത്തെ വിശദീകരിക്കാൻ ആർക്കെങ്കിലും സാധിക്കും. അവർ പ്രകാശത്തിൽ മറുപടി പറഞ്ഞു. അവരുടെ പുസ്തക പ്രകാശത്തിൽ മറുപടി പറഞ്ഞത് അങ്ങനെ. ഇവിടെ ഞങ്ങൾ എതിർക്കാൻ വേണ്ടി ഒഴിവിനും ഒളവിനും ദേഷ്യം കോപം എന്നൊക്കെ അർത്ഥം വെച്ചതാണ്. നല്ല അർത്ഥങ്ങൾ വേറെയുണ്ട്. ഏതാണാവാ നല്ല അർത്ഥം? പറയട്ടെ ഷെയ്ഖ്, അതിലും പറയട്ടെ. ഷെയ്ഖിന് ഏതായാലും പറയാൻ കഴിയില്ല, കാരണം 10 ദിവസന്റെ വിവരമില്ല. ഇപ്പൊ കുറെ വിവരം വെച്ചിട്ടുണ്ടാവും, കാരണം അബ്ബാസ് വൈസിനും മറ്റേ ഇസ്മായിൽ മുസ്ലിയാരൊക്കെ പ്രസംഗം കേട്ടിട്ട് കുറച്ചൊക്കെ വിവരം ഉണ്ടായിട്ടുണ്ടാവും ചിലപ്പോ. ഏതർത്ഥമാണ് ഇവിടെ യോജിക്കാവുന്ന അർത്ഥം? അവരുടെ മറ്റു ചില പുസ്തകത്തിൽ ഈ സംഭവത്തിനെ അവർ ന്യായീകരിച്ചു. അസാ ആദമു എന്ന് ഖുർആൻ പറഞ്ഞിട്ടില്ലേ? അസാ ആദമു എന്ന് ഖുർആൻ പറഞ്ഞില്ലേ? അപ്പൊ ഖുർആനിൽ അത്തരം വാക്കുകൾ വന്നപ്പോ അതിനെ ന്യായീകരിക്കുന്നില്ലേ? എന്ന പോലെ ഇതിനെ ന്യായീകരിച്ചാൽ പോലെ കേവലം പദപ്രയോഗങ്ങൾ മാത്രമാണത്. കേവലം പദപ്രയോഗങ്ങൾ മാത്രം. പ്രിയപ്പെട്ട സഹോദരന്മാർ, ഇത് കേവലം പദപ്രയോഗങ്ങൾ മാത്രമല്ല. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ രൂപമുണ്ടാക്കാൻ വേണ്ടി അല്ലാഹു തആല ഏൽപ്പിച്ചു 4 മലക്കുകളെയും ഇബ്ലീസിനെയും. ഈ സംഭവത്തെ വിശദീകരിച്ചുകൊണ്ട് 2-3 പേജുകളിലായിക്കൊണ്ട് വിശദീകരിച്ചുകൊണ്ടുള്ള സംഭവത്തിലാണ് ഇത് പറയുന്നത്. കേവലം ചില പദപ്രയോഗങ്ങൾ മാത്രമല്ല ഇത്. അല്ലാഹു മറക്കാമെന്ന് മലക്കുകളുടെ നിലപാട്, അല്ലാഹുവിന് മറവി സംഭവിക്കാമെന്ന് മലക്കുകളുടെ നിലപാട്, മലക്കുകൾക്ക് അല്ലാഹുവോട് കഠിനമായ ദേഷ്യവും കോപവും ഉണ്ടാകുന്നു. ഇതാണോ ഷെയ്ഖ്? ഇങ്ങനെയുണ്ടൊരു തരീഖത്ത്? പ്രിയപ്പെട്ട സഹോദരന്മാരെ, ശരിയല്ല. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ശരിയല്ല. അതേ രൂപത്തിൽ ശരീഅത്ത് വിരുദ്ധമായ പല സംഭവങ്ങളും നമുക്ക് വീണ്ടും ഇവരുടെ പുസ്തകങ്ങളിൽ കാണാൻ സാധിക്കും. മാത്രമല്ല, ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട്, ഈ ഒറ്റ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർ ധാരാളം രൂപത്തിൽ മറുപടി പറഞ്ഞു നോക്കി. ചില പുസ്തകങ്ങളിൽ പറഞ്ഞു, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വൈദിനും ഒളബിനും ദേഷ്യം കോപം എന്ന് മാത്രമല്ല മറ്റു പല അർത്ഥങ്ങളുണ്ടെന്ന് പറഞ്ഞു. അതിന്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ. മറ്റു ചില പുസ്തകങ്ങളിൽ പറഞ്ഞു അത് കേവലം പദപ്രയോഗങ്ങൾ മാത്രമാണ്, നല്ല രീതിയിൽ വ്യാഖ്യാനിക്കേണ്ടതുണ്ട്. എന്തിനാ നല്ല രീതിയിൽ വ്യാഖ്യാനിക്ക്? പറഞ്ഞത് തെറ്റാണെന്നുള്ള ബോധ്യപ്പെട്ടുകൊണ്ടല്ലേ? പറഞ്ഞത് ശരിയല്ല എന്ന് ബോധ്യപ്പെട്ടത് കൊണ്ടാണല്ലോ നല്ല രീതിയിൽ വ്യാഖ്യാനിക്കണമെന്ന് പറഞ്ഞത്. പരിശുദ്ധ ഖുർആനിലും അതുപോലെ തന്നെ ഹദീസിലും അമ്പിയാക്കളെക്കുറിച്ചും മറ്റു പലരെക്കുറിച്ചും അസാ പോലെയുള്ള വാക്കുകൾ പലതിലും വന്നിട്ടുണ്ട്. അങ്ങനെ വന്ന സ്ഥലങ്ങളിലൊക്കെ തഫ്സീറുകളിലും അതുപോലെ തന്നെ ശുറൂഉൽ ഹദീസിന്റെ കിതാബുകളിലും അമ്പിയാക്കളിലേക്കും അള്ളാഹുവിലേക്കും മലക്കുകളിലേക്കും ചേർത്ത് വിശ്വസിക്കാവുന്ന തരത്തിലുള്ള നല്ല വ്യാഖ്യാനങ്ങളും മഹാന്മാരായ ഇമാമികൾ പറഞ്ഞിട്ടുണ്ട്. ഇത് കേവലം പദപ്രയോഗങ്ങൾ മാത്രമാണ്, നല്ല അർത്ഥം കൊടുത്തുകൊണ്ട് ഇതിനെ വിശദീകരിക്കേണ്ടതുണ്ട് എന്ന് അഭിപ്രായപ്പെട്ടിട്ടുള്ള മാറ്റലിയും അതുപോലെ തന്നെ മറ്റു പുസ്തകങ്ങളും. ഞാൻ ചോദിക്കട്ടെ, ഈ സംഭവം, ഈ പറഞ്ഞ കഥ മലക്കുകളുടെ ഇസ്മത്തിന് ഭംഗം വരാത്ത രീതിയിൽ എന്തർത്ഥം കൊടുത്തുകൊണ്ടാണ് നിങ്ങൾ വിശദീകരിക്കുക? 2006 സമസ്ത പറഞ്ഞില്ലേ? 2015 കൊണ്ടോട്ടിൽ തന്നെ പലതവണ ശൈഖും മുരീദന്മാരും വന്നില്ലേ? ഏതെങ്കിലും ഒരു നല്ല അർത്ഥം കൊണ്ട് ഇന്ന് കൊടുത്തുകൊണ്ട് ഇന്ന് വരെ നിങ്ങൾ വിശദീകരിച്ചിട്ടുണ്ടോ? സാധ്യല്ല, വിശദീകരിക്കാൻ സാധ്യല്ല. ഇവിടെ കൊണ്ടോട്ടിൽ വന്നുകൊണ്ട് പ്രസംഗിച്ചപ്പോ അവരുടെ ഒരു ഖലീഫ, അദ്ദേഹം പറഞ്ഞു, ഈ സംഭവം റൂഹുൽ ബയാനിലും പറഞ്ഞിട്ടുണ്ടല്ലോ, തഫ്സീർ റൂഹുൽ ബയാനിലും പറഞ്ഞിട്ടുണ്ട്. തഫ്സീർ റൂഹുൽ ബയാനിലും ഈ സംഭവം പറഞ്ഞിട്ടുണ്ടല്ലോ എന്നാണ്. കാരണം എന്താ? കാലത്തുൽ മലായികത്തു യമുറൂന അലൈഹി എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ എന്നാണ്. അവരുടെ പ്രകാശം എന്ന പുസ്തകത്തിലും ആ സംഭവം പറയുന്നുണ്ട്. പ്രകാശം 2013 എന്ന പുസ്തകത്തിലും ഈ കഥയെ ന്യായീകരിച്ചുകൊണ്ട് പറഞ്ഞു, ഇത് ബാദുഷാ യമനി മാത്രമല്ല പറഞ്ഞിട്ടുള്ളത്, തഫ്സീർ റൂഹുൽ ബയാനിലും പറഞ്ഞിട്ടുണ്ട്. കാരണം തഫ്സീർ റൂഹുൽ ബയാനിലുള്ളത് എന്താ? കാനത്തിൽ മലായികത്ത് യമുറൂന അലൈഹി, എന്നിട്ട് അതിന് പരിഭാഷ കൊടുത്തു, മലക്കുകൾ ആദം അലൈഹി ഇസ്ലാമിന്റെ രൂപത്തിന്റെ മേൽ ചാടിക്കളിച്ചിരുന്നു. ശൈഖിന് ഏതായാലും വിവരല്ല.
ഖലീഫമാരും ഈ രൂപത്തിലായാലോ? പ്രകാശം 2013 വരെ എഴുതിയതിങ്ങനെ കാനത്തിൽ മലായികത്തു യമുറൂന അലൈഹി എന്നാൽ മലക്കുകൾ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ രൂപത്തിന്റെ മേൽ ചാടിക്കളിച്ചിരുന്നു. ഇതിന് 118-ാമത്തെ പേജിൽ എഴുതിയത്. ഞാൻ ചോദിക്കട്ടെ, ഏത് ഭാഷാ നിയമപ്രകാരമാണ് കാനത്തിൽ മലായികത്തു യമുറൂന അലൈഹി എന്ന ഈ വാക്കിന് മലക്കുകൾ ആദം നബിയുടെ മേൽ ചാടിക്കളിച്ചു എന്നർത്ഥം വെക്കാം? ഏത് നിയമമാണത്? മറ അലൈഹി എന്ന് പറഞ്ഞാൽ അതിന്റെ മേൽ ചാടിക്കളിച്ചു എന്നർത്ഥം. കാനത്തിൽ മലായികത്തു യമുറൂന അലൈഹി എന്ന ഈ വാക്കിന് ഏത് നിയമപ്രകാരമാണ് മലക്കുകൾ ആദം നബി അലൈഹി സ്വലാമിന്റെ മേൽ ചാടിക്കളിച്ചിരുന്നു എന്ന് അർത്ഥം വെക്കുന്നത്? ശരീഅത്ത് വിരുദ്ധമായ കെട്ടുകഥകളെ ന്യായീകരിക്കാൻ വേണ്ടി മഹാന്മാരായ തഫ്സീർ മുഫസ്സിരീങ്ങളുടെ തഫ്സീർ ഗ്രന്ഥങ്ങളെക്കുറിച്ച് ഇല്ലാത്തത് പറയുക, ഇതൊക്കെ ഒരു തരീഖത്തുകാർക്ക് യോജിച്ചതാണോ? മാത്രമല്ല, തഫ്സീർ റൂഹുൽ ബയാനെ കുറിച്ച് ഈ രൂപത്തിൽ പറഞ്ഞു. തഫ്സീർ റൂഹുൽ ബയാന്റെ ബാക്കി ഭാഗം മനഃപൂർവ്വം ഒളിപ്പിച്ചു വെച്ചു. കാരണം ബാക്കി ഭാഗം വായിച്ചു കഴിഞ്ഞാൽ കള്ളി പൊളിയും. ബാക്കി ഭാഗത്തിൽ എന്താണത്? കാനത്തിൽ മലായികത്തു യമുറൂന അലൈഹി വയതഅജ്ജബൂന മിൻ ഹുസ്നി സൂറത്തിഹി. മലക്കുകൾ അഹങ്കരിച്ചിരുന്നു എന്നല്ല, മലക്കുകൾ ദേഷ്യപ്പെട്ടു എന്നല്ല. കാനത്തിൽ മലായികത്തു യമുറൂന അലൈഹി, ആദം അലൈഹിസ്സലാമിന്റെ രൂപത്തിന്റെ അടുത്തുകൂടി മലക്കുകൾ ഇങ്ങനെ പോകും. വയതഅജ്ജബൂന മിൻ ഹുസ്നി സൂറത്തിഹി വതൂലി ഖാമത്തിഹി, ആദം അലൈഹിസ്സലാമിന്റെ മനോഹരമായ ഭംഗി, അതുപോലെ തന്നെ അത് വലുപ്പം, ഇതൊക്കെ കണ്ടുകൊണ്ട് മലക്കുകൾ അത്ഭുതപ്പെടുകയും ചെയ്തിരുന്നു എന്നാണ്. മലക്കുകൾ അല്ലാണ്ട് ദേഷ്യം പിടിച്ചു എന്നല്ല. ഈ ശരീഅത്ത് വിരുദ്ധമായ ഈ സംഭവത്തെ, ഈ കെട്ടുകഥയെ ന്യായീകരിക്കാൻ വേണ്ടി തഫ്സീറുകളുടെ മേൽ ഇല്ലാത്തത് പറയുക. ഇതേ രൂപത്തിൽ പ്രിയപ്പെട്ട സഹോദരന്മാരെ വീണ്ടും നമുക്ക് മനസ്സിലാക്കാം. സഹീഹുൽ ബുഖാരി അടക്കമുള്ള പല കിതാബുകളിലും ഉദ്ധരിച്ചിട്ടുള്ള ഹദീസുണ്ട്. ബഹുമാനപ്പെട്ട അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുന്നു, ഖുൽതു ലി അലിയിൻ ഹൽ ഇൻദകും കിതാബുൻ. ബഹുമാനപ്പെട്ട അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, ഹൽ ഇൻദകും കിതാബുൻ, നിങ്ങൾക്ക് പ്രത്യേകമായി കൊണ്ട് വല്ല ഗ്രന്ഥവുമുണ്ടോ? ഖാല ലാ ഇല്ലാ കിതാബല്ലാഹ്, ഞങ്ങൾക്ക് പ്രത്യേകമായി കൊണ്ടൊരു കിതാബില്ല, ഞങ്ങൾക്കുള്ള കിതാബ് എന്നാൽ അത് പരിശുദ്ധ ഖുർആൻ തന്നെയാണ്. ഇതെന്താ സംഭവം എന്നറിയോ? ഷിയാക്കൾക്കൊരു വിശ്വാസമുണ്ട്. എന്താ ഷിയാക്കളുടെ വിശ്വാസം? അഹ്ലുബൈത്തിന് 12 സ്വർണ്ണശീലോടുകൂടെയുള്ള ഒരു ഗ്രന്ഥം അഹ്ലുബൈത്തിന് വേണ്ടി അല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇറക്കി കൊടുത്തിട്ടുണ്ട്. 12 സ്വർണ്ണശീലോടുകൂടെയുള്ള ഒരു ഗ്രന്ഥം. ആ നബി തങ്ങൾക്ക് ഇറക്കി കൊടുത്ത ഗ്രന്ഥം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ഏൽപ്പിച്ചു. ഷിയാക്കൾ ഇമാമത്ത് ആരോപിക്കുന്ന ഈ 12 മഹാന്മാരായ അഹ്ലുബൈത്തിൽപ്പെട്ട ഇമാമന്മാർക്കാണ് അവകാശപ്പെട്ടതാണ് ആ ഗ്രന്ഥം എന്നാണ് ഷിയാക്കളുടെ വാദം. ഈ വിഷയത്തെക്കുറിച്ചാണ് ഹദീസിൽ പറയുന്നത്. ബഹുമാനപ്പെട്ട അബൂ ജുഹൈഫ റളിയല്ലാഹു അൻഹു പറയുന്നു, ഖുൽതു ലി അലിയിൻ, ഞാൻ അലി എന്നവരോട് ചോദിച്ചു, ഹൽ ഇൻദകും കിതാബുൻ, നിങ്ങൾക്ക് പ്രത്യേകമായ വല്ല ഗ്രന്ഥവുമുണ്ടോ? നിങ്ങൾക്ക് പ്രത്യേകമായ വല്ല കിതാബുമുണ്ടോ? ഖാല, അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ലാ, പ്രത്യേകമായ ഒരു ഗ്രന്ഥമില്ല. ഞങ്ങൾക്കുള്ള ഗ്രന്ഥമെന്നാൽ എല്ലാ മുസ്ലിമീങ്ങൾക്കുമുള്ള ഖുർആൻ തന്നെ, അതല്ലാത്തൊരു ഗ്രന്ഥം ഞങ്ങൾക്കില്ല. 12 സ്വർണ്ണശീലോടുകൂടെയുള്ള ഒരു പ്രത്യേകമായ വിശിഷ്ടമായ ഗ്രന്ഥം അഹ്ലുബൈത്തിന് വേണ്ടി അല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇറക്കിക്കൊടുത്തു എന്നും ആ ഗ്രന്ഥം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അലി എന്നവർക്ക് ഏൽപ്പിച്ചു കൊടുത്തു എന്നുമുള്ള ഷിയാ വിശ്വാസം. ഈ ഷിയാ വിശ്വാസത്തെ, ഈ ആശയത്തെ അപ്പടി മുഹമ്മദ് ബാദുഷാ യമനി എന്ന ഷെയ്ഖിന്റെ ഷെയ്ഖ് ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു. ഇതിന് 156, 157 പേജുകളിൽ. ഇത് പറയുമ്പോൾ ആലുവക്കാർ പറയാറുണ്ട്, തരീഖത്തുകാർ പറയാറുണ്ട്, ബാദുഷാ യമനി ആ സംഭവം പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ശരി തന്നെ. പക്ഷേ ഷിയാക്കളുടെ ആശയത്തെ ഗണ്ണിക്കാൻ വേണ്ടിയാണ് ബാദുഷാ യമനി സംഭവം അവരുടെ ഗുൽസാറെ കദീറിൽ പറഞ്ഞത് എന്ന. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഗുൽസാറെ കദീറിന്റെ ആദ്യം മുതൽക്ക് അവസാനം വരെയുള്ള സർവ്വ പേജുകളും വരികളും പരിശോധിച്ചാലും
ഏതെങ്കിലും ഒരു വരിയിൽ ഷിയാക്കളുടെ ഈ ആശയത്തെ ബാദുഷാ യമനി ഗണ്ണിക്കുന്നതായിക്കൊണ്ട് ഒരാൾക്കും കാണിക്കാൻ സാധ്യമല്ല. എത്ര സ്റ്റേജുകളിൽ നമ്മൾ ചോദിച്ചിട്ടുണ്ട്, ഇന്ന് വരെ പറയാൻ സാധിച്ചിട്ടുണ്ടോ? പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, വിഷയം ശരിക്കും മനസ്സിലാക്കണം. 12 സ്വർണശീലോടുകൂടെയുള്ള പ്രത്യേകമായ ഗ്രന്ഥം അല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഇറക്കിക്കൊടുത്തു അഹ്ലുൽ ബൈത്തിന് വേണ്ടി. നബി തങ്ങൾ അത് അലി നബി ത്വാലിബ് റളിയല്ലാഹു അൻഹു ഏൽപ്പിച്ചു. പിന്നീട് ഓരോ ഇമാമുമാരെയും ആ ഗ്രന്ഥം ഏൽപ്പിക്കപ്പെട്ടു എന്ന ഷിയാ വിശ്വാസം അത് സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസമല്ല, അത് ഷിയാക്കളുടെ വിശ്വാസമാണ്. എന്നാൽ ഇങ്ങനെ 12 സ്വർണശീലോടുകൂടെയുള്ള ഗ്രന്ഥം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അഹ്ലുൽ ബൈത്തിന് വേണ്ടി അല്ലാഹു തആല ഇറക്കിക്കൊടുത്തിരിക്കുന്നു എന്ന് ഇവർ അംഗീകരിക്കുന്ന ഇവരുടെ ഷെയ്ഖിന്റെ ഷെയ്ഖാകുന്ന ബാദുഷാ യമനിയുടെ കുൽസാറെ ഖദറിൽ പറയുന്നു. ഷിയാക്കളുടെ വിശ്വാസത്തെ, അവരുടെ ആശയത്തെ ഗണ്ണിക്കാൻ വേണ്ടി പറഞ്ഞതല്ല ഇത്. ഞാൻ പറഞ്ഞല്ലോ, ആ ആശയത്തെ ഗണ്ണിക്കുന്ന ഒരു വരിയും ഷെയ്ഖിനോ ഖലീഫമാർക്കോ മുരീദന്മാർക്കോ കാണിച്ചു തരാൻ സാധ്യമല്ല. നമ്മൾ ധാരാളം ചോദിച്ചിട്ടുണ്ട്. അല്ലെങ്കിലും ഇതൊരു വാശിന്റെയും ഒരു വെല്ലുവിളിന്റെ വിഷയമല്ലല്ലോ. ഇത് തരീഖത്തല്ലേ? ഇത് തരീഖത്താണല്ലോ. ആഖിറ നന്നാവാനുള്ള വഴി എന്ന നിലക്കല്ലേ പ്രിയപ്പെട്ട നമ്മുടെ സഹോദരന്മാർ ഈ മാർഗം തിരഞ്ഞെടുക്കുന്നത്? പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇതൊരു സംഘടനാ പ്രശ്നമായിക്കൊണ്ട് കാണാൻ പാടില്ല. ഇതൊരു സംഘടനാ പ്രശ്നമായിക്കൊണ്ട് കാണാൻ പാടില്ല. ഇത് തരീഖത്തിന്റെ വിഷയമാണ്. ആഖിറ നഷ്ടപ്പെടുന്ന വിഷയമാണ്. നമ്മുടെ സഹോദരന്മാർ ഈ തരീഖത്തിന്റെ സത്യാവസ്ഥ മനസ്സിലാക്കാതെ ആരെങ്കിലും ഇതിന്റെ അകത്ത് പെട്ടുപോയിട്ടുണ്ടെങ്കിൽ അവർ വിഷയങ്ങളെ കൃത്യമായിക്കൊണ്ട് മനസ്സിലാക്കണം. അതിനുവേണ്ടിയാണ് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പ്രവർത്തകരാകും നമ്മൾ ഇത്തരം വേദികളൊക്കെ സംഘടിപ്പിക്കുന്നത്. ഇത് ആരെങ്കിലും ആക്ഷേപിക്കാനോ കുറച്ചു കാണിക്കാനോ അല്ല. ഇത് സമസ്തയുടെ ദൗത്യമാണ്. ഇത് സമസ്തയുടെ പ്രവർത്തകർ എക്കാലത്തും ചെയ്തു വരുന്ന കാര്യമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മൾ പറയുന്നു, ഈ തരീഖത്തുകാർ അംഗീകരിക്കുന്ന ഇവരുടെ പുസ്തകത്തിൽ, ഇവരുടെ ഷെയ്ഖിന്റെ ഗ്രന്ഥത്തിൽ ഇവർ അംഗീകരിക്കുന്ന കഥയിൽ ഈ സംഭവം പറഞ്ഞിട്ടുണ്ടത് ശരിയല്ല. മാത്രമല്ല, ഈ പുസ്തകത്തിന്റെ 157 പേജിൽ ഈ സംഭവം ഇങ്ങനെ ഉദ്ധരിച്ചതിന് ശേഷം പറഞ്ഞത് ബി ഹസ്ബെ റിവായത്ത് മുസല്ലമാവോ വസിയത്നാമ ഹഖ് തആല കി തറഫ് സേ ബിവാസിത ജിബ്രീൽ അലൈഹിസ്സലാം സാദിർ ഹുവാത എന്നാണ്. ഇത് മുസല്ലമായ റിവായത്താണ്, അംഗീകരിക്കപ്പെട്ട റിവായത്താണ്. ഇത് അംഗീകരിക്കപ്പെട്ട റിവായത്താണിത്. അള്ളാഹുവിന്റെ പക്കൽ നിന്ന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം മുഖേന ഈ 12 സ്വർണശീലുള്ള ഗ്രന്ഥം അഹ്ലുൽ ബൈത്തിന് വേണ്ടി അള്ളാഹു തആല ഇറക്കിക്കൊടുത്തിരിക്കുന്നു ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം മുഖേന എന്നുള്ള ഈ സംഭവം ബിഹസ്ബെ റിവായത്തെ മുസല്ലമ, ഇത് അംഗീകരിക്കപ്പെട്ട റിവായത്താകുന്നു, റിപ്പോർട്ടാകുന്നു എന്നാണ് ബാദുഷാ യമനി പറയുന്നത്. ഇത് ഗണ്ണിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. മാത്രല്ല, ഇവരുടെ തന്നെ പ്രസിദ്ധീകരണമാണ് മാറ്റൊലി. ഈ മാറ്റൊലിയിൽ ഈ സംഭവത്തെക്കുറിച്ച് പറഞ്ഞത് എന്താണെന്നറിയോ? ഈ സംഭവം ഇത്തരം കാര്യങ്ങളൊക്കെ ഇൽഹാമിലൂടെ കിട്ടിയ ജ്ഞാനമാണ്. ഇതൊക്കെ ഇൽഹാമിലൂടെ, തരക്കടില്ല ഇങ്ങനെ കുറെ ഇൽഹാം ഉണ്ടെങ്കിൽ ഇതെന്താ സംഭവിച്ചതൊക്കെ പറഞ്ഞു പോടും. ഷെയ്ഖ് എന്തെങ്കിലും പൊട്ടത്തരം പറയും, പിന്നെ മുരീദന്മാരെയും തെളിവുണ്ടാക്കാൻ നടക്കും. ഇതാ ആലുവ തരീഖത്തിൽ മൊത്തത്തിൽ കാണുന്നത്. ഷെയ്ഖ് എന്തെങ്കിലും അബദ്ധം പറയും, അതിന് പിന്നീട് മുരീദന്മാരെ തെളിവ്, ഖലീഫന്മാരും മുരീദന്മാരും കൂടി തെളിവുണ്ടാക്കുകയും ചെയ്യും, ന്യായീകരണം കാണുകയും ചെയ്യും. അങ്ങനെ ന്യായീകരണം തെളിവുണ്ടാക്കുമ്പോൾ ഒരിക്കൊന്ന് പറയും, പിന്നെ ഒരിക്കൽ വേറൊന്ന് പറയും, ഒരു പുസ്തകത്തിൽ ഒന്ന് പറയും, വേറൊരു പുസ്തകത്തിൽ വേറൊന്ന് പറയും. ഇത് ഇൽഹാമിലൂടെ കിട്ടിയ ജ്ഞാനമാണ്. അതിന്റെ യാഥാർത്ഥ്യം അറിയണമെന്ന് ആഗ്രഹിക്കുന്നവർ മുറാഖബ വഴി ആ അവസ്ഥകളിലേക്ക് യാത്ര ചെയ്ത് കണ്ടും അനുഭവിച്ചും അറിഞ്ഞ് സംശയലേശമെന്നെ ദൃഢീകരിക്കലാണ് വേണ്ടത്. ഈ സംഭവം മനസ്സിലാക്കുക ഒരു മുറാഖബിന്റെയും മുജാഹദിന്റെ ഒന്നും ഒരു ആവശ്യമില്ല. ഇത് അഹ്ലുസ് സുന്നത്തി വൽ ജമാഅയുടെ ഇമാമരുടെ ഗ്രന്ഥങ്ങളിൽ കൃത്യമായി കൊണ്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇത് ഇൽഹാമിലൂടെ കിട്ടിയവരാണെങ്കിലും മുറാഖബിലൂടെ ബോധ്യപ്പെടുന്ന വിഷയമാണെങ്കിലും അഹ്ലുസ് സുന്നത്തി വൽ ജമാഅയുടെ ഇമാമാർ, ഞാൻ പറഞ്ഞല്ലോ സഹീഹുൽ ബുഖാരിയുടെ ഹദീസ്, ബഹുമാനപ്പെട്ട അബൂ ജുഹൈഫ റളിയല്ലാഹു അൻഹു അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു ചോദിക്കുന്നു, അല്ല ഹൽ ഇൻദകും കിതാബ്, നിങ്ങൾക്ക് പ്രത്യേകമായ വല്ല കിതാബുണ്ടോ? അലി റളിയല്ലാഹു പറയുന്നില്ല, ഞങ്ങൾക്ക് പ്രത്യേകിച്ചൊരു കിതാബില്ല, അള്ളാന്റെ കിതാബല്ലാത്ത ഖുർആനില്ലാത്തൊരു കിതാബില്ല. ഇനി എന്ത് ഇൽഹാം അവിടെ, എന്ത് മുറാഖബയത്? മുറാഖബയിലേക്കും
അതുപോലെ തന്നെ ഷെയ്ഖുമായുള്ള ബന്ധത്തിലേക്കും ആളുകൾക്ക് താല്പര്യം കിട്ടാൻ വേണ്ടിയാണ് ബാദുഷാ യമനി ഗുൽസാറെ ഖദരിൽ ഇത്തരം സംഭവങ്ങൾ പറഞ്ഞെന്ന മാറ്റുരക്കാരൻ പറഞ്ഞത്. പ്രിയപ്പെട്ട സഹോദരന്മാർ, ഇങ്ങനെ ശരീഅത്ത് വിരുദ്ധമായിട്ടുള്ള ആദ്യം നമ്മൾ കണ്ടു, മഹാന്മാരാകുന്ന മലക്കുകളുടെ ഇസ്മത്തിന് നിഷേധിക്കുന്ന തരത്തിൽ, മലക്കുകളെക്കുറിച്ച് ഒരിക്കലും പറയാൻ പറ്റാത്ത, മലക്കുകളെക്കുറിച്ച് മനസ്സിലാക്കാൻ പറ്റാത്ത തരത്തിൽ ബാദുഷാ യമനി ഇവർ അംഗീകരിക്കുന്ന പുസ്തകത്തിൽ എഴുതി വച്ചിരിക്കുന്നു. അതുപോലെ തന്നെ 12 സ്വർണ്ണസീലുകളുടെ കിതാബ്, ആ കിതാബ് അഹ്ലുബൈത്തിന് പ്രത്യേകമായി കൊണ്ട് നൽകപ്പെട്ടു എന്ന ഷിയാ വിശ്വാസം അതിനപ്പടി അംഗീകരിച്ചുകൊണ്ട് തന്നെ ഗുൽസാറെ ഖദറിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇത് പറയുമ്പോ തരീഖത്തുകാരെ പറയാറുണ്ട്, ഈ സംഭവത്തിന്റെ പേരിൽ ബാദുഷാ യമനിനെ ശരീഅത്ത് വിരുദ്ധനാക്കുകയാണെങ്കിൽ മുഹമ്മദ് അൻവാറുള്ള എന്നവരെയും മുഹമ്മദ് അൻവാറുള്ള ഫാറൂഖി അദ്ദേഹത്തെയും ശരീഅത്ത് വിരുദ്ധനാക്കേണ്ടി വരും. കാരണം അദ്ദേഹത്തിന്റെ മഖാസിദുൽ ഇസ്ലാം എന്ന പുസ്തകത്തിലും ഈ സംഭവം പറഞ്ഞിട്ടുണ്ട്. മുഹമ്മദ് അൻവാറുള്ള ഫാറൂഖി എന്ന മഹാനവറുകളുടെ മഖാസിദുൽ ഇസ്ലാം എന്ന ഗ്രന്ഥത്തിലും ഈ സംഭവം പറഞ്ഞിട്ടുണ്ട്. അപ്പോ മുഹമ്മദ് ബാദുഷാ യമനി മാത്രമല്ല ഈ സംഭവത്തിന്റെ പേരിൽ ശരീഅത്ത് വിരുദ്ധനാവുക, ഇദ്ദേഹത്തെയും ശരീഅത്തിന് വിരുദ്ധനാക്കേണ്ടി വരും. പക്ഷെ സമസ്തക്കാർ അത് ചെയ്യണില്ലല്ലോ എന്നാണ്. ശരിയാണ്, മുഹമ്മദ് അൻവാറുള്ള ഫാറൂഖി മഖാസിദുൽ ഇസ്ലാം എന്ന ഈ പുസ്തകത്തിൽ ആ സംഭവം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ബാദുഷാ യമനി അദ്ദേഹത്തിന്റെ ഗുൽസാറെ ഖദീറിൽ പറഞ്ഞതുപോലെയല്ല അൻവാറുള്ള ഫാറൂഖി അദ്ദേഹത്തിന്റെ മഖാസിദുൽ ഇസ്ലാം ഇത് പറഞ്ഞിട്ടുള്ളത്. ഷിയാക്കളുടെ ഓരോ ആശയങ്ങളെയും സമർത്ഥനങ്ങളെയും അൻവാറുള്ള ഫാറൂഖി കൊണ്ടുവന്ന് അതിനെ മൊത്തത്തിൽ റദ്ദ് ചെയ്യുന്ന, ഗണ്ണിക്കുന്ന രീതിയാണ് മഖാസിദുൽ ഇസ്ലാമിനുള്ളത്. അപ്പൊ ഗണ്ണിക്കുന്നതിന് വേണ്ടി മഖാസിദുൽ ഇസ്ലാമിൽ ഈ സംഭവം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ മഖാസിദുൽ ഇസ്ലാമിൽ തന്നെ ഈ സംഭവം ഉദ്ധരിച്ചതിന് ശേഷം അൻവാറുള്ള ഫാറൂഖ് ഇതിനെ ഗണ്ണിക്കുകയും ചെയ്തു. പക്ഷെ അതേ രൂപത്തിൽ ബാദുഷാ യമനി ബിഹസ്ബെ റിവായത്തെ മുസല്ലമ എന്ന് പറഞ്ഞുകൊണ്ട് ഈ സംഭവത്തെ സ്ഥിരീകരിക്കുകയല്ലാതെ ഈ സംഭവത്തെ റദ്ദ് ചെയ്തതായിക്കൊണ്ട്, ഗണ്ണിച്ചതായിക്കൊണ്ട് ഒരു വരിയിലും കാണിക്കാൻ സാധ്യമല്ല. നമുക്കിവരെങ്ങനെങ്കിലും ശരീഅത്തിന്റെ അപ്പുറത്ത് നിർത്തണം, ഇവർ പിഴച്ചവരാണെന്ന് പറയൽ നമുക്ക് വാശിണ്ടായിട്ടല്ല. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ 7 വർഷം പഠിച്ചതിന് ശേഷമാണ് ഈ തരീഖത്തിനെ കുറിച്ച് തീരുമാനം പറഞ്ഞത്. ഈ തരീഖത്തിന്റെ ആളുകളെ കുറിച്ച്, അവരുടെ പുസ്തകങ്ങളെ കുറിച്ച് കൃത്യമായി കൊണ്ട് പരിശോധിച്ചപ്പോ ശരീഅത്ത് വിരുദ്ധരല്ല എന്ന് പറയാൻ യാതൊരു പഴുതുമില്ല. അതുകൊണ്ട് മാത്രമാണ് പ്രിയപ്പെട്ട സഹോദരന്മാരെ, ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഈ തരീഖത്തിനെ കുറിച്ച് തീരുമാനം പറഞ്ഞിട്ടുള്ളത്. ആലോചിക്കണം, ഇവര് സമസ്തയുമായി സഹകരിച്ച് പ്രവർത്തിച്ചിരുന്നവരാണല്ലോ, സമസ്തയുമായി സഹകരിച്ച് പ്രവർത്തിച്ചിരുന്നവരാണ്. ആ നിലയ്ക്ക് ഈ പ്രസ്ഥാനത്തെക്കുറിച്ച് തീരുമാനമെടുക്കുമ്പോൾ തീർച്ചയായും സമസ്തയുടെ ആളുകളായി നിൽക്കുന്ന അവരാണ് സമസ്തയിൽ നിന്ന് വിട്ടുപോകുന്നത്. സംഘടനാപരമായി ഒരുപക്ഷെ സമസ്തയ്ക്ക് ക്ഷീണമായിരിക്കാം. പക്ഷെ സംഘടനാപരമായി സംഭവിക്കുന്ന ക്ഷീണമല്ലല്ലോ ബഹുമാനപ്പെട്ട സമസ്തയുടെ ആലിമ്യങ്ങൾ പരിഗണിക്കേണ്ടത്. ഞാൻ ഈ സംഭവം പറഞ്ഞതെന്തിനാ? തീർച്ചയായും ശരീഅത്ത് വിരുദ്ധമായ ആശയങ്ങൾ ഇവരുടെ ഗ്രന്ഥങ്ങളിൽ ഉണ്ട് എന്ന് പരിപൂർണമായും ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ബഹുമാനപ്പെട്ട സമസ്തവരെ കുറിച്ച് തീരുമാനമെടുത്തത്. അപ്പൊ ബാദുഷാ യമനിയുടെ ഗുൽസാറെ ഖദീർ ഇവരുടെ ഷെയ്ഖിന്റെ ഗ്രന്ഥമാണ്. ഇവർ നെഞ്ചോട് ചേർത്ത് പിടിക്കണമെന്ന് പറയുന്ന ഗ്രന്ഥമാണ്, അംഗീകരിക്കുന്ന ഗ്രന്ഥമാണ്. ഈ ഗ്രന്ഥത്തിൽ ശരീഅത്ത് വിരുദ്ധമായ ഷിയാ ആശയങ്ങളും ഒരിക്കലും അഹ്ലുസുന്നത്തിന് അംഗീകരിക്കാൻ പറ്റാത്ത തരത്തിലുള്ള ആദർശങ്ങളുമുണ്ട്, ആശയങ്ങളുമുണ്ട്, സമർത്ഥനങ്ങളുമുണ്ട്. കൂട്ടത്തിൽ ഒരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കണം. ഈ ബാദുഷാ യമനിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് 2 തരീഖത്താണ് കേരളത്തിലേക്ക് വന്നത്. മദാർഷാ ഖാദിരിയും അതുപോലെ തന്നെ ബാദുഷാ യമനി. മദാർഷാ ഖാദിരിയുടെ ഷെയ്ഖാകുന്ന മുഹമ്മദ് ബാദുഷാ യമനി, ഇവരുമായി ബന്ധപ്പെട്ടുകൊണ്ട് 2 തരീഖത്താണ്, 2 ഷെയ്ഖുമാരാ കേരളത്തിലേക്ക് വന്നത്. ഒന്ന്, വർഷങ്ങൾക്ക് മുമ്പ് ഈ മുഹമ്മദ് ബാദുഷാ യമനിയുടെ ശിഷ്യനാണെന്ന് പറഞ്ഞുകൊണ്ടുവന്ന വെങ്ങാട് ഷെയ്ഖ് അബ്ദുള്ള കല്ലായി എന്ന വ്യക്തി,
വെങ്ങാട് തരീക്കത്തിന്റെ പേരിൽ മുമ്പ് പ്രസിദ്ധമായി ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ തീരുമാനമെടുത്ത് ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ ഇ കെ അബൂബക്കർ മുസ്ലിം നവറുല്ലാഹു മർക്കദ മഹാനവറുകൾ ആ തരീക്കത്തിനെതിരെ ആഞ്ഞടിച്ചിരുന്നു. ഈ മുഹമ്മദ് ബാദഷാ യമനിയുടെ ശിഷ്യനായിക്കൊണ്ട് വന്ന ഒരു വ്യക്തിയാണ് അബ്ദുള്ള കല്ലായി, വെങ്ങാട് തരീക്കത്ത് എന്ന പേരിൽ പ്രസിദ്ധമായ തരീക്കത്ത്. ഇതേ രൂപത്തിൽ ഈ മുഹമ്മദ് ബാദഷാ യമനിയുടെ ഖിലാഫത്ത് അവകാശപ്പെട്ടുകൊണ്ട് വന്ന ഷെയ്ഖാണ് ഈ യൂസുഫ് സുൽത്താൻ. ഈ ബാദഷാ യമനിയുടെ ശിഷ്യന്മാരായിക്കൊണ്ട് കേരളത്തിലേക്ക് വന്നിട്ടുള്ള ഈ രണ്ട് വ്യക്തികളിലും ഈ ഷെയ്ഖിൽ കാണുന്നത് പോലെയുള്ള അബദ്ധങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മുടെ ഈ വിശദീകരണത്തിന്റെ ചുരുക്കം. ബാദഷാ യമനിയുടെ ശിഷ്യൻ വെങ്ങാട്ട് ഷെയ്ഖിന്റെ അബദ്ധവാദങ്ങൾ, ഇത് വെങ്ങാട് ഷെയ്ഖിന്റെ സിൽസിലയാണ്, അബ്ദുള്ള കല്ലായുടെ സിൽസില. അതുപോലെ തന്നെ ഇത് യൂസുഫ് സുൽത്താൻ തരീക്കത്തിൽ ചേരുന്ന ആളുകൾക്ക് നൽകുന്ന സിൽസിലയുമാണിത്. ഈ രണ്ട് സിൽസിലയും പരിശോധിക്കുമ്പോൾ ഈ രണ്ടാളുടെയും സിൽസില ഒരിക്കലും വ്യത്യാസമില്ല. രണ്ടാളുടെയും ഷെയ്ഖ് മദാർ ഷാ ഖാദിരി, മദാർ ഷാ ഖാദിരിയുടെ ഷെയ്ഖോ മുഹമ്മദ് ബാദഷാ യമനി. ഈ അബ്ദുള്ള കല്ലായി തന്റെ വാദങ്ങൾ സമർത്ഥിച്ചുകൊണ്ട് അദ്ദേഹം എഴുതിയ പുസ്തകമാണ് ആത്മജ്ഞാനത്തിന്റെ നിഗൂഢ രഹസ്യങ്ങൾ എന്ന് പറയുന്ന ഈ പുസ്തകം. ഈ പുസ്തകത്തിൽ വളരെ അബദ്ധങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ഒന്ന്, അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അള്ളാഹുവിന്റെ സിഫത്തുകളുടെ ആകത്തുകയാകുന്നു. ഞാൻ വിശദീകരിക്കുന്നില്ല. അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ അബദ്ധവാദം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വാജിബുൽ വുജൂദാണ്, ഉണ്ടാവൽ നിർബന്ധമായവരാ. എന്താ അഹ്ലുസുന്നത്തിന്റെ വിശ്വാസം? ഉണ്ടാവൽ നിർബന്ധം എന്ന ആ വിശേഷണം അള്ളാഹുവിന് മാത്രമുള്ളതാണ്. മറ്റു പടപ്പുകളൊക്കെ അള്ളാഹു പടച്ചു, അപ്പോൾ ഉണ്ടായി. അള്ളാഹു ഇല്ലാതെയാക്കുന്നു, അപ്പോൾ ഇല്ലാതെയാവുകയും ചെയ്യും. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരാൾ പടച്ചത് മൂലം ഉണ്ടായതല്ല. ഇനി ഇല്ലാതിരിക്കുക എന്ന അവസ്ഥ അള്ളാഹു ഉണ്ടാവുകയുമില്ല. ആ വാജിബുൽ വുജൂദ്, ഉണ്ടാവൽ നിർബന്ധമെന്ന വിശേഷണം അള്ളാഹു തആലക്ക് മാത്രമുള്ളതാണ്. എന്നാൽ ഈ പറഞ്ഞ യൂസുഫ് സുൽത്താന്റെ ഷെയ്ഖാകുന്ന മുഹമ്മദ് ബാദഷാ യമനിയുടെ മറ്റൊരു ശിഷ്യനായിക്കൊണ്ട് തരീഖത്തിന്റെ ഷെയ്ഖായിക്കൊണ്ട് മുമ്പ് കേരളത്തിലേക്ക് വന്ന അബ്ദുള്ള കല്ലായും ഈ യൂസുഫ് സുൽത്താനെ പോലെ ശരീഅത്ത് വിരുദ്ധമായ പല ആശയങ്ങൾ പറയുകയും പ്രചരിപ്പിക്കുകയും ചെയ്ത വ്യക്തിയായിരുന്നു. അതിൽപ്പെട്ട ഒരാശയമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അള്ളാഹുവിന്റെ സിഫത്തുകളുടെ ആകത്തുകയാകുന്നു. രണ്ടാമത്തെ അദ്ദേഹത്തിന്റെ വിദണ്ഡവാദമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വാജിബുൽ വുജൂദാണ്. മൂന്നാമതായിക്കൊണ്ട് അദ്ദേഹം വാദിച്ചു, അള്ളാഹുവിന്റെ സിഫത്തുകൾ മുഴുവനും അത് വുജൂദ് എന്ന സിഫത്തിൽ സമ്മേളിച്ചിരിക്കുന്നു. വുജൂദ് എന്ന സിഫത്താവട്ടെ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമാകുന്നു. അതൊക്കെ സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ ചില പ്രയാസം ഉണ്ടാകും, വിശദീകരിക്കാൻ സമയമില്ല. ഞാൻ പറഞ്ഞ കാര്യം, ഈ പറഞ്ഞ മുഹമ്മദ് ബാദഷാ യമനിയുമായി ബന്ധമുള്ള രണ്ട് ശിഷ്യന്മാരാണ് കേരളത്തിലേക്ക് തരീഖത്ത് വാദവുമായി വന്നത്. ഈ രണ്ട് ശിഷ്യന്മാരും ഷെയ്ഖിനെ പോലെ തന്നെ ശരീഅത്ത് വിരുദ്ധമായ ആശയങ്ങൾ അവരിൽ ഉണ്ടായിട്ടുണ്ട്. ഒന്ന് വെങ്ങാട്ട തരീഖത്തും മറ്റൊന്ന് ആലുവ തരീഖത്തും. മാത്രമല്ല മറ്റും ഒരുപാട് അബദ്ധങ്ങൾ. ഈ കാണുന്ന പുസ്തകം, ഇത് മലയാളത്തിലുള്ള പുസ്തകമാണ്. പഞ്ചുതൻ പാക്ക് എന്നാണ് ഈ പുസ്തകത്തിന്റെ പേര്. പരിശുദ്ധരായ 5 വ്യക്തികൾ. ഈ പുസ്തകം എഴുതുന്നത് ഷാഹ് നജ്മുദ്ദീൻ ജീലാനി ചേളാനി. അദ്ദേഹം ചില്ലറക്കാരനല്ല. അദ്ദേഹം മഹാനവറുകളിൽ നിന്ന് ചിശ്തി തരീഖത്തിന്റെ ഖിലാഫത്തും ലഭിച്ചിട്ടുണ്ട്. ചിശ്തി തരീഖത്തിന്റെ ഖലീഫ യൂസുഫ് സുൽത്താന്റെ ഖലീഫയാണ് ഷാഹ് നജ്മുദ്ദീൻ ജീലാനി ചേളാനി. അദ്ദേഹം എഴുതിയ പുസ്തകമാണ് പഞ്ചുതൻ പാക്ക് എന്ന പേരുള്ള മലയാളത്തിലെ പുസ്തകം. ഈ പുസ്തകത്തിന്റെ 9ാമത്തെ പേജിൽ നമുക്കിങ്ങനെ കാണാം, ചെറുതും വലുതുമായ പാപങ്ങളടക്കം അള്ളാഹുവിന്റെ അതൃപ്തിക്ക് കാരണമാകുന്നതെല്ലാം മാലിന്യങ്ങളാണ്. അഹ്ലുൽ അബാ അവയിൽ നിന്നെല്ലാം മുക്തരാണ്. വിശുദ്ധ ഖുർആന്റെ പ്രഖ്യാപനമാണിത്. അഹ്ലുൽ അബാ അഥവാ അഹ്ലുൽ ബൈത്ത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു,
ഫാത്തിമ റളിയല്ലാഹു അൻഹ, ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമ. ഈ 5 വ്യക്തികളെക്കുറിച്ചാണ് അഹ്ലുൽ അബാ എന്ന് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവും ഫാത്തിമ റളിയല്ലാഹു അൻഹായും അവരുടെ മക്കളാകുന്ന ഹസൻ റളിയല്ലാഹു അൻഹു, ഹുസൈൻ റളിയല്ലാഹു അൻഹു, ഈ 5 വ്യക്തികളെക്കുറിച്ച് പഞ്ചിതൻ പാക്ക് എന്ന് പറയും. ഇവരെക്കുറിച്ചാണ് അഹ്ലുൽ അബാ എന്ന് പറയുന്നത്. ഈ അഹ്ലുൽ അബായിനെ കുറിച്ച് ഇവരുടെ ഖലീഫ എഴുതിയ പുസ്തകത്തിൽ പറഞ്ഞതെന്താ? ചെറുതും വലുതുമായ പാപങ്ങളടക്കം അള്ളാഹുവിന്റെ അതിർത്തിക്ക് കാരണമാകുന്നതെല്ലാം മാലിന്യങ്ങളാണ്. അഹ്ലുൽ അബാ അവയിൽ നിന്നെല്ലാം മുക്തരാണ്. ഞാൻ ചോദിക്കട്ടെ, സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസപ്രകാരം ഇസ്മത്ത് ആർക്കെല്ലാമാണുള്ളത്? പാപസുരക്ഷിതത്വം ആർക്കെല്ലാമാണുള്ളത്? അമ്പിയാക്കന്മാർ പാപസുരക്ഷിതമുള്ളവരാ, മലക്കുകളും പാപസുരക്ഷിതമുള്ളവരാ. ഒരിക്കലും അമ്പിയാക്കളല്ലാത്ത മഹാന്മാരായ ഔലിയാഇന് ഇസ്മത്തുണ്ട് എന്നുള്ള വിശ്വാസം സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസമല്ല. അവരൊക്കെ തെറ്റ് ചെയ്യുന്നവരാണ് എന്നല്ല. അഹ്ലുൽ അബാഇന് അഥവാ അഹ്ലുബൈത്തിന് ഇസ്മത്തുണ്ടെന്നുള്ള വാദം അത് ഷിയാവാദമാണ്. അമ്പിയാക്കന്മാരെ പോലെ അഹ്ലുബൈത്തിനും ഇസ്മത്തുണ്ട്, പാപസുരക്ഷിതത്വമുണ്ടെന്ന വാദം ഷിയാവാദമാണ്. അതേ ഷിയാവാദമാണ് ഈ സുൽത്താന്റെ, യൂസുഫ് സുൽത്താന്റെ ഖലീഫ അദ്ദേഹത്തിന്റെ ഈ പുസ്തകത്തിന്റെ 9ാമത്തെ പേജിൽ എഴുതിയിട്ടുള്ളത്. ചെറുതും വലുതുമായ പാപങ്ങളടക്കം അള്ളാഹുവിന്റെ അതിർത്തിക്ക് കാരണമാകുന്നതെല്ലാം മാലിന്യങ്ങളാണ്. അഹ്ലുൽ അബാ അവയിൽ നിന്നെല്ലാം മുക്തരാണ്. വിശുദ്ധ ഖുർആന്റെ പ്രഖ്യാപനമാണിത്. ഞാൻ ചോദിക്കട്ടെ, ഏതായത്തിൽ അത് പറഞ്ഞിട്ടുള്ളത്? ഷെയ്ഖിന് പറയാൻ കഴിയും, ഖലീഫമാർക്ക് പറയാൻ സാധിക്കുമോ? അഹ്ലുൽ അബാ മാലിന്യങ്ങളിൽ നിന്ന് മുക്തരാകുന്നു, അവർക്ക് പാപസുരക്ഷിതത്വമുണ്ട്, ഇസ്മത്തുണ്ട് എന്നുള്ള ഈ ഷിയാവാദം ഈ പുസ്തകത്തിൽ എഴുതി വെച്ചു. അത് പരിശുദ്ധ ഖുർആൻ അത് വ്യക്തമാക്കുന്നതിന് സാക്ഷിയാകുമെന്ന് പറയുമ്പോൾ ഞാൻ ചോദിക്കുന്നു, ഏത് ആയത്തിലാണുള്ളത്? ഏത് മുഫസ്സിറ പറഞ്ഞത്? തനി ഷിയാവാദമല്ലേ അത്? തനി ഷിയാവാദമല്ലേ അത്? മാത്രമല്ല, ഇങ്ങനെ ഇവരുടെ ഈ അബദ്ധവാദങ്ങളെ സമർത്ഥിക്കുന്നതിന് വേണ്ടി പരിശുദ്ധ ഖുർആനെ ദുർവ്യാഖ്യാനം ചെയ്യുന്നു. നേരത്തെ പറഞ്ഞു, മലക്കുകളുടെ ഇസ്മത്ത് നിഷേധിച്ചുകൊണ്ട് ഗുൽസാർ ഖദീറിൽ പറഞ്ഞപ്പോ അതിനെ ന്യായീകരിക്കാൻ വേണ്ടി റൂഹുൽ ബയാൻ ഉദ്ധരിച്ചു. റൂഹുൽ ബയാനെ തെറ്റായി വ്യാഖ്യാനിച്ചു. ഇതേ രൂപത്തിൽ ഖുർആനെ തെറ്റായി വ്യാഖ്യാനിക്കുന്ന ധാരാളം സംഭവങ്ങൾ ഇത് യൂസുഫ് സുൽത്താൻ തന്റെ തരീഖത്തിൽ ചേരുന്ന ആളുകൾക്ക് നൽകുന്ന സിൽസിലയാണിത്. 3-4 പേജുള്ള സിൽസില. ഈ സിൽസിലയിൽ ഇതിന്റെ ഒരു ഭാഗത്ത് ഹിദായാത്ത് അൽഹംദുലില്ലാഹില്ലദീ നവ്വറ ഖുലൂബൽ ആരിഫീന ബിനൂരി മഅരിഫതിഹി വൽ ഫുർഖാൻ എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മാ ബഅദു എന്ന് പറഞ്ഞു. അതിനുശേഷം പറയുന്നു അലിഫ് ലാം മീം ഫമഅനൽ ആയതി അലിഫ് ലാം മീം ദാലികൽ കിതാബുൽ മൗഊദു ഐ സൂറത്തുൽ കുല്ലി അൽ മൂമാ ഇലൈഹി കിതാബുൽ ജഫ്രി വൽ ജാമിഅ. എല്ലാവർക്കും അറിയാം, അൽ ബഖറ സൂറത്തിന്റെ ആരംഭത്തിൽ അലിഫ് ലാം മീം ദാലികൽ കിതാബു ലാ റൈബ ഫീഹി. സർവ്വ തഫ്സീറുകൾ നോക്കിയാലും കാണാം ദാലികൽ കിതാബ്, ഈ പരിശുദ്ധമായ ഖുർആൻ, ലാ റൈബ ഫീഹി, ഈ ഖുർആനിൽ യാതൊരു സംശയമില്ല. ഇങ്ങനെ സർവ്വ മുഫസ്സിരീങ്ങളും യാതിന് വിശദീകരിച്ചിട്ടുള്ളത്. എല്ലാ മുഫസ്സിരീങ്ങളും യാതിന് വിശദീകരിച്ച് ഇങ്ങനെ ദാലികൽ കിതാബു, ഈ പരിശുദ്ധമായ ഖുർആൻ, ലാ റൈബ ഫീഹി, ഖുർആനിൽ യാതൊരു സംശയവുമില്ല. എന്നാൽ ഈ ആയത്തിന്റെ അർത്ഥം യൂസുഫ് സുൽത്താൻ എന്ന് പറയപ്പെടുന്ന ശൈഖ് അദ്ദേഹം മുരീദന്മാർക്ക് നൽകുന്ന സിൽസിലയിൽ ഈ ആയത്തിന്റെ അർത്ഥത്തെ തെറ്റായി കൊടുത്തിരിക്കുന്നു. ഈ അർത്ഥം ഈ യൂസുഫ് സുൽത്താൻ എവിടെ നിന്ന് കിട്ടി? ഏത് തഫ്സീറിന്റെ അടിസ്ഥാനത്തിൽ, എന്ത് മാനദണ്ഡമാണ് ഈ അർത്ഥത്തിനുള്ളത്? ദാലികൽ കിതാബു ജഫർ ജാമിഅ എന്ന് പറയപ്പെടുന്ന ഈ ഗ്രന്ഥം
ലാ റൈബ ഫീഹി, അതിൽ സംശയമില്ല. ഇതാ യൂസുഫ് സുൽത്താൻ പറഞ്ഞ അർത്ഥം. ദാലിക്കൽ കിതാബ് എന്ന് സർവ്വ മുഫസ്സിരീങ്ങളും അത് ഖുർആനാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് പറയുമ്പോ ഈ ശൈഖ് പറയുന്നു ദാലിക്കൽ കിതാബ് എന്ന് പറയുമ്പോ അത് ജഫർ ജാമിഅ എന്ന് പറയപ്പെടുന്ന ഈ രണ്ട് ഗ്രന്ഥമാണ്. ഈ രണ്ട് ഗ്രന്ഥത്തിൽ യാതൊരു സംശയവുമില്ല എന്നാകുന്നു. ഇതിനെ ന്യായീകരിക്കാൻ വേണ്ടി തഫ്സീറുകളുടെ പേര് ഇല്ലാത്തത് പറയുകയും ചെയ്യുക. മാറ്റുരയിലും അതുപോലെ തന്നെ സന്ദേശത്തിലും അവരെഴുതി ഇത് തഫ്സീറിൽ ബഹുമാനപ്പെട്ട മുഹയ്യിദ്ദീൻ ഇബ്നുൽ അറബി റളിയല്ലാഹു അൻഹു പറഞ്ഞ അർത്ഥമാണ്. മഹാനായ ഇബ്നു അറബി റളിയല്ലാഹു അൻഹു പറഞ്ഞ അർത്ഥമാണ് ഈ അർത്ഥം. ഞാൻ ചോദിക്കട്ടെ, ഇബ്നു അറബിയുടെ തഫ്സീറിന്റെ ആദ്യം മുതൽ അവസാനം വരെ പരിശോധിക്കും. ഷെയ്ഖ് ഈ സിൽസിലയിൽ എഴുതിയതുപോലുള്ള അർത്ഥം ഇബ്നു അറബിയുടെ തഫ്സീറിൽ എവിടെങ്കിലും കാണിച്ചു തരാൻ പറ്റുമോ? ഷെയ്ഖിനോ ഖലീഫമാർക്കോ മുരീദന്മാർക്കോ? ഇല്ല കൂട്ടരെ, സാധിക്കൂല. പച്ചക്കളവാണ്, അബദ്ധം ആണ് ഷെയ്ഖ് എഴുതിയിട്ടുള്ളത്. ബഹുമാനപ്പെട്ട ഇബ്നു അറബി റളിയല്ലാഹു അൻഹുവിന്റെ തഫ്സീറിൽ പറഞ്ഞത് എന്താ ഈ ആയത്തിനെ കുറിച്ച്? മഹാനവറുകൾ ഈ ആയത്തിനെ കുറിച്ച് പറഞ്ഞു, ഫമഅനൽ ആയ അലിഫ് ലാം മീം ദാലിക്കൽ കിതാബുൽ മൗഊദു ഐ സൂറത്തുൽ കുല്ലി അൽ മൂമാ ഇലൈഹ ബികിതാബിൽ ജഫ്രി വൽ ജാമിഅ. ഇങ്ങനെ ഇബ്നു അറബി പറഞ്ഞത്. ആ ബായിനണ്ട് വെട്ടി, ആ ബായിനണ്ട് ഒഴിവാക്കി. ആ ബായിനണ്ട് ഒഴിവാക്കിയിട്ട് മനസ്സിൽ ഒളിപ്പിച്ചു വെച്ച ഷിയ ആശയത്തെ സമർത്ഥിക്കുന്നതിന് വേണ്ടി ഇബ്നു അറബിയുടെ പേര് ഇല്ലാത്തത് പറഞ്ഞുകൊണ്ട് ദാലിക്കൽ കിതാബു എന്നാൽ അത് ജഫർ ജാമി എന്ന ഗ്രന്ഥമാകുന്നു, ലാ റൈബ ഫീഹി, അതിൽ സംശയമില്ല എന്നാണ് എന്നർത്ഥം കൊടുത്തു. എന്നിട്ട് ഇബ്നു അറബി പറഞ്ഞിരിക്കുന്നു പറഞ്ഞു. ഇബ്നു അറബി ഷെയ്ഖ് പറഞ്ഞ അർത്ഥം പറഞ്ഞിട്ടില്ല. മഹാനായ ഇബ്നു അറബി റളിയല്ലാഹു അൻഹു പറഞ്ഞതെന്താ? ജഫർ ജാമിഅ കൊണ്ട് സൂചിപ്പിക്കപ്പെടുന്ന ഈ ഖുർആൻ ലാ റൈബ ഫീഹി, അതിൽ സംശയമില്ല. ഇങ്ങനെ ഇബ്നു അറബി പറഞ്ഞത്. ഇങ്ങനെ സുന്നത്ത് ജമാഅത്തിന് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത, സ്വീകരിക്കാൻ പറ്റാത്ത ധാരാളം അബദ്ധങ്ങൾ ഇവരുടെ ഗ്രന്ഥങ്ങളിലൊക്കെ കാണാൻ സാധിക്കും. സമസ്തക്കാരെ കുറിച്ച് ഒരുപാട് പരാതികളാണ്. എവിടെയൊക്കെ ഫ്ലക്സുകളും മറ്റൊക്കെ കണ്ടു. സമയം കുറവാണെന്നും പെട്ടെന്ന് അവസാനിപ്പിക്കുകയും ചെയ്യാം. ആകെ തരീഖത്തുകൾ 14. ഈ തരീഖത്തുകളിൽ മുഅ്മിനാകണമെങ്കിൽ എന്റെ തരീഖത്തിൽ ചേരണം. മറ്റുള്ളവരൊക്കെ മുസ്ലിമീങ്ങൾ മാത്രമാണ്, മുഅ്മിനീങ്ങളല്ല. ഇതാ ഷെയ്ഖിന്റെ വാദം. ഷെയ്ഖിന്റെ വാദം കൃത്യമായിക്കൊണ്ട് മനസ്സിലാക്കണം പ്രിയപ്പെട്ട സഹോദരന്മാരെ. ഷെയ്ഖിന്റെ വാദമായി കൊണ്ടുവന്ന ഷെയ്ഖിന്റെ ഒരു പ്രസ്താവന മനുഷ്യനെ മനുഷ്യരാക്കി എടുക്കുന്നതിനും ഈമാൻ സലാമത്തായി മരിക്കാനുമാണ് തരീഖത്ത്. അതിന് അല്ലാഹുവിന്റെ റസൂലിനെ അറിയണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അറിയാത്തടത്തോളം കാലം മുസ്ലിമാണെന്ന് പറഞ്ഞ് നടക്കാനല്ലാതെ മുഅ്മിനാവുകയില്ലെന്ന് അൽ ആരിഫ് ബില്ലാ അശ്ശൈഖ് യൂസുഫ് സുൽത്താൻ ഷാഹ് ഖാദിരി ചിശ്തി ആലുവ പ്രസ്താവിച്ചു. ആലുവ തുരുത്തിൽ ജീലാനി നഗറിൽ തന്റെ തരീഖത്ത് പ്രചരണ രംഗത്തെ 6 പേരെ ഖലീഫമാരായി നിയോഗിച്ചുകൊണ്ട് ആയിരങ്ങളെ അഭിസംബോധനം ചെയ്യുകയായിരുന്നു മഹാനവറുകൾ. ശരീഅത്തില്ലാത്ത ഷെയ്ഖിനെ പിന്തുടരേണ്ടതില്ലെന്ന് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും ഖൗസുൽ ആദം ഷെയ്ഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് അവരും വ്യക്തമാക്കി കാണിച്ചു തന്നിട്ടുള്ളതാണ്. അതിൽ അംഗീകരിക്കപ്പെട്ട തരീഖത്ത് 14 യഥാർത്ഥത്തിലുള്ളത് ഖാദിരിയ തരീഖത്താണ്. ശരീഅത്തിന് അനുകൂലമായിട്ടുള്ളതും അദ്ദേഹം വ്യക്തമാക്കി. തരീഖത്തിൽ യഥാർത്ഥത്തിലുള്ള തരീഖത്തും ശരീഅത്തിന് അനുകൂലമായിട്ടുള്ള തരീഖത്തും ഖാദിരിയ തരീഖത്താണ്. ആകെ തരീഖത്ത് 14. ഈ 14 തരീഖത്തിൽ ശരീഅത്തിനോട് യോജിപ്പുള്ള യഥാർത്ഥ തരീഖത്ത് അത് ഖാദിരിയ തരീഖത്താണ്. എന്താണ് ഈ പറഞ്ഞതിനർത്ഥം? ഷെയ്ഖിന്റെ പല വാദങ്ങൾക്കും പരിണാമങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. കാരണം ഷെയ്ഖ് പറഞ്ഞ വാദങ്ങൾ
പരമ അബദ്ധമാണ് എന്ന് അതിൽ വിവരമുള്ള ചില ആളുകളൊക്കെ മനസ്സിലാക്കിയപ്പോൾ ഷെയ്ഖിന്റെ പല വാദങ്ങൾക്കും പിന്നീട് പല വ്യത്യാസങ്ങളും വരുത്തിയിട്ടുണ്ട്. എന്നാൽ ഷെയ്ഖിന്റെ ആദ്യകാലത്തുള്ള വാദം എന്തായിരുന്നു ഈ 14 തരീഖത്ത് സംബന്ധമായിക്കൊണ്ട് എന്നുള്ളതാണ് ഞാൻ ഈ പ്രസ്താവനയിലൂടെ നിങ്ങളെ കേൾപ്പിച്ചത്. യഥാർത്ഥത്തിലുള്ളതും ശരീഅത്തിന് അനുകൂലമായിട്ടുള്ളതും 14 തരീഖത്തിൽ ഖാദിരിയ തരീഖത്ത് മാത്രമാകുന്നു എന്ന് ഷെയ്ഖിന്റെ പേരിൽ പ്രസ്താവന. ഞങ്ങളിത് പല സ്റ്റേജുകളിലും പറഞ്ഞിട്ടുണ്ട്, പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്. ഇന്നുവരെ ഇതിനെക്കുറിച്ച് ഒരു അക്ഷരം വേണ്ടിയിട്ടില്ല. 14 തരീഖത്തിൽ ശരീഅത്തിനോട് യോജിപ്പുള്ള യഥാർത്ഥ തരീഖത്ത് ഖാദിരിയ തരീഖത്ത് മാത്രമാകുന്നു എന്ന് ഇവരുടെ ഷെയ്ഖ് യൂസുഫ് സുൽത്താന്റെ പേരിലുള്ള പ്രസ്താവന മഹാനായ അഹ്മദുൽ കബീർ റിഫാഇ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവരുടെ തരീഖത്ത് റിഫാഇയ തരീഖത്താണ്. എത്ര മഹാന്മാരുണ്ട്. നഖ്ശബന്ദി തരീഖത്ത്, ദസൂഖി തരീഖത്ത്, ഷാദിലി തരീഖത്ത്, ചിഷ്തി തരീഖത്ത്, ഇങ്ങനെ എത്ര തരീഖത്തുകളുണ്ട്. യഥാർത്ഥത്തിലുള്ളതും ശരീഅത്തിനോട് യോജിപ്പുള്ള തരീഖത്തും ഖാദിരിയ തരീഖത്ത് മാത്രമാകുന്നു എന്ന് യൂസുഫ് സുൽത്താൻ പറയുമ്പോൾ മഹാനായ അഹ്മദുൽ കബീർ റിഫാഇ റളിയല്ലാഹു അൻഹു തരീഖത്ത് യഥാർത്ഥത്തിലുള്ളതല്ല, ശരീഅത്തിനോട് യോജിപ്പുള്ളതല്ല. അല്ലേ? ആയിരക്കണക്കിന് 10,000-കണക്കിന് ഔലിയാക്കന്മാരെ നിന്ദിക്കുന്ന, കുറച്ചു കാണിക്കുന്ന വിദണ്ഡവാദമല്ലേ ഷെയ്ഖിന്റെ ഈ വാദം? ഏതെങ്കിലും ഒരു തരീഖത്തുകാരനെ വ്യക്തമായിക്കൊണ്ടതിന് മറുപടി പറയാൻ സാധിക്കുമോ? നിങ്ങൾ പറയേ ആ വന്ന പ്രസ്താവന ഞങ്ങൾ പിൻവലിച്ചിരിക്കുന്നു എന്ന്. ഇന്നുവരെ തിരുത്തു പറഞ്ഞിട്ടില്ല, മാന്യമാര് വിശദീകരണം നടത്തിയിട്ടില്ല. ശരീഅത്തിനോട് യോജിപ്പുള്ളതും യഥാർത്ഥത്തിലുള്ളതും ഖാദിരിയ തരീഖത്ത് മാത്രമാകുന്നു എന്ന് പറയുമ്പോൾ പ്രിയപ്പെട്ട സഹോദരന്മാരെ, എത്ര മഹാന്മാരെയാണ്, ഔലിയാക്കന്മാരെയാണ് ശരീഅത്തിന്റെ അപ്പുറത്ത് ഈ ഷെയ്ഖ് നിർത്തുന്നത്. ഇദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത് തന്നെ ഷാഹ് ഖാദിരി ചിഷ്തിയാണ്. എന്തിനാ ഈ ചിഷ്തി കൂട്ടുന്നത്? കാരണം യഥാർത്ഥത്തിലുള്ളതല്ലല്ലോ അത്. യഥാർത്ഥത്തിലുള്ളത് ശരീഅത്തിനോട് യോജിപ്പുള്ളതും ഖാദിരിയ തരീഖത്ത് മാത്രമാകുന്നു എന്ന് ഷെയ്ഖ് പറയുമ്പോ എന്തിനാ ഷാഹ് ഖാദിരി ചിഷ്തി എന്നെന്തിനാ പറയണത്? അത് ശരീഅത്ത് വിരുദ്ധമല്ലേ ചിഷ്തി തരീഖത്ത്? കാരണം ശരീഅത്തിനോട് യോജിപ്പുള്ള തരീഖത്ത് ഖാദിരിയ തരീഖത്ത് മാത്രമാണ് എന്ന് നിങ്ങളുടെ ഷെയ്ഖ് പറഞ്ഞു എന്നല്ലേ ഷെയ്ഖിന്റെ പേരിൽ വന്ന ഈ പ്രസ്താവന? സമൂഹത്തെ തരീഖത്തിന്റെ പേര് രണ്ടായി വിഭജിച്ചു. കുറെ മുഅ്മിനീങ്ങളും കുറെ മുസ്ലിമീങ്ങളും. ഇവര് 4 ആൾക്കാർ മുഅ്മിനീങ്ങളാണ്. 4 ആൾക്കാർ. ഖുത്ബുസ്സമാന്റെ ജംഇയ്യത്തുൽ ഉലമ, ഞാൻ പരിഹസിക്കല്ല കേട്ടോ, പരിഹസിക്കലൊന്നും നമ്മുടെ അജണ്ടയിൽപ്പെട്ടതല്ല. ഖുത്ബുസ്സമാന്റെ ജംഇയ്യത്തുൽ ഉലമ, ജംഇയ്യത്തുൽ ഉലമ പ്രഖ്യാപനം എന്നൊക്കെ കേട്ടപ്പോ ഞാനിങ്ങനെ വീക്ഷിച്ചു, ഏതൊക്കെ ശൈഖന്മാരും ഏതൊക്കെ ആലിമീങ്ങളാണാവോ. കാരണം ഖുത്ബുസ്സമാനല്ല, അത് കേരളത്തിലും എറണാകുളം ജില്ലയിലും കേരളത്തിലും മാത്രമാവില്ലല്ലോ, ലോകത്തിന് മുഴുവനല്ലേ ഖുത്ബുസ്സമാൻ എന്ന് പറയുമ്പോൾ. പ്രഖ്യാപിച്ചു നോക്കുമ്പോഴോ ആ ഫൈസി ഈ ഫൈസി ആ ഹുദവി കഴിഞ്ഞു. സ്വയം പരിഹാസ്യരാവുക, സ്വയം ഇപ്പുറത്തുള്ളതോ ബഹുമാനപ്പെട്ട ചെറുശ്ശേരി ഉസ്താദ്, കോയക്കുട്ടി ഉസ്താദ്, ഹൈദരലി തങ്ങള്. ഇവിടെ പണ്ഡിത സഭകളായിക്കൊണ്ട് സുന്നത്ത് ജമാഅത്തിന്റെ പേരിൽ പ്രവർത്തിക്കുന്ന സമസ്തക്ക് പുറമെ ഒരുപാട് പണ്ഡിത സഭകളുണ്ടല്ലോ. ഈ പണ്ഡിത സഭകളിലൊക്കെ ഉള്ള ആലിമീങ്ങൾ, അവരുടെ ഖുത്ബുസ്സമാന്റെ നേതൃത്വത്തിലുള്ള ജംഇയ്യത്തുൽ ഉലമ ആരുണ്ടെന്ന് ഒന്നിങ്ങനെ ആലോചിച്ച് നോക്കാണ്. പറഞ്ഞു വന്ന വിഷയം യഥാർത്ഥത്തിലുള്ളത് ഖാദിരിയ തരീഖത്താകുന്നു, ശരീഅത്തിനോട് യോജിപ്പുള്ളതും ഖാദിരിയ തരീഖത്താകുന്നു എന്ന് ഷെയ്ഖ് പറയുന്നു. അത് ശരിയല്ല. അങ്ങനെ പറയുന്നെങ്കിൽ അത് മഹാന്മാരായ മശായിഖുമാരെയും തരീഖത്തുകളെയും നിന്ദിക്കലും പരിഹസിക്കലും ശരീഅത്തിന്റെ അപ്പുറത്ത് നിർത്തലുമാകുന്നു. ബഹുമാനപ്പെട്ട അഹ്മദുൽ കബീർ റിഫാഇ റളിയല്ലാഹു അൻഹു ശരീഅത്തിന് അപ്പുറത്താണ്, അത് യഥാർത്ഥത്തിലുള്ളതല്ല. നഖ്ശബന്ദി തരീഖത്ത് അപ്പുറത്താണ്, ശരീഅത്തിന് യോജിപ്പുള്ളതല്ല. ഷാദിലി തരീഖത്തും അപ്പുറത്താണ്, അത് ശരീഅത്തിന് യോജിപ്പുള്ളതല്ല, യഥാർത്ഥത്തിലുള്ളതല്ല. ഇനി ഇപ്പുറത്തുള്ള ഏതാ? ശരീഅത്തിനോട് യോജിപ്പുള്ളതും യഥാർത്ഥമുള്ള തരീഖത്ത് ഏതാ? ഈ സുൽത്താന്റെ തരീഖത്ത്. ഇവിടെ സൗകര്യം ഏതാ? ഈ സുൽത്താനെ അപ്പുറത്തേക്കാക്കിയിട്ട് ഈ മഹാന്മാരൊക്കെ ഉള്ളിൽക്കാക്കലല്ലേ പ്രിയപ്പെട്ട സഹോദരന്മാരെ സൗകര്യം? ഇങ്ങനെ ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത
ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത തരത്തിലുള്ള ശരീഅത്ത് വിരുദ്ധമായ പ്രസ്താവനകളാണ് ഇതിലെല്ലാം തന്നെ. ഇവരുടെ ഖലീഫ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ധാരാളം, പ്രഥമ ഖലീഫ അദ്ദേഹത്തിന്റെ ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട്, ഞാൻ ധാരാളം സമ്മേളനങ്ങളിൽ യോഗങ്ങളിലൊക്കെ പങ്കെടുത്തു. പക്ഷെ അവിടെയൊന്നും എനിക്ക് ഒറ്റ മുഅ്മിനീൻ കാണാൻ സാധിച്ചില്ല. പിന്നെ സുൽത്താന്റെ കൂടെ കൂടി, അപ്പൊ എനിക്ക് ധാരാളം മുഅ്മിനീങ്ങളെ കാണാൻ സാധിച്ചു. മനുഷ്യൻ പറയുമ്പോൾ ഒരു ചേരുള്ളത് പറയണ്ടേ, ചുരുക്കുള്ളത് പറയണ്ടേ? ഏറ്റവും കൂടുതൽ ഈ മനുഷ്യനെ ആൾക്കാർ വിലയിരുത്തും എന്നെങ്കിലും മനസ്സിലാക്കണ്ടേ? അല്ലെങ്കിലും ഷെയ്ഖിന്റെ പേരിൽ ഒരു പ്രസ്താവന ഉണ്ട്, വിലായത്തുള്ളവർ വരട്ടെ ഞാൻ ആരാണെന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കും. വിലായത്തുള്ളവർ വരട്ടെ ഞാൻ ആരാണെന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കും. അങ്ങനെ ധൈര്യമായിട്ട് പറയാലോ. കാരണം എനിക്ക് വിലായത്തിന്റെ അറിയ ഒരാൾ പോകണമെന്നുണ്ടെങ്കിൽ ഇയാളെപ്പോലെ മാനസികം വേറൊരു ഉണ്ടാവണ്ടേ? അല്ല, ഞാൻ കളിയാക്കിയതല്ല കേട്ടോ. അത് നല്ലൊരു വിലായത്തുള്ളവർ വരട്ടെ ഞാൻ ആരാണെന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കുന്നു. അപ്പോ അതേപോലെ തന്നെ ഗൗസുൽ-ആലം എന്നോട് പറഞ്ഞത് കറാമത്ത് കാട്ടിരിക്കാനല്ല, ജനങ്ങളെ നന്നാക്കാനാണ്. കറാമത്ത് ഉണ്ടാവില്ല എന്നുള്ള ഉറപ്പാ. കറാമത്ത് കാട്ടിരിക്കും. കാരണം കുത്തുബുസ്സമാൻ ബഹുമാനപ്പെട്ട ഗൗസുൽ-ആലം മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു മഹാനവറുകളുടെ പേരിൽ എത്ര കറാമത്തുകളാണ്. പക്ഷെ ഈ കുത്തുബുസ്സമാനോട് ഇവരൊക്കെ പറഞ്ഞത് കറാമത്ത് കാട്ടിരിക്കാനല്ല, ആൾക്കാരെ നന്നാക്കാനാണ്. വിലായത്തുള്ളവർ വരട്ടെ ഞാൻ ബോധ്യപ്പെടുത്തി കൊടുക്കും. ഒന്ന് ആലോചിച്ച് നോക്കുക നിങ്ങൾ. അപ്പൊ ഈ ഷെയ്ഖിനെ ചോദ്യം ചെയ്യാൻ വേണ്ടി ആരെങ്കിലും ചെല്ലുകയാണെന്നുണ്ടെങ്കിൽ വിലായത്തുള്ളവർ വരണം, അപ്പൊ ഷെയ്ഖ് ബോധ്യപ്പെടുത്തി കൊടുക്കും. അങ്ങനെ ആൾ ചെല്ലണമെന്നുണ്ടെങ്കിൽ ഏറ്റവും മിനിമം സ്വന്തം നഫ്സിനെ മറന്ന് അല്പൊരു കിലുക്കുള്ള ആൾക്കാരെല്ലാം അങ്ങനെ ചെയ്യുള്ളൂ. ഏതായിരുന്നാലും നമ്മെക്കുറിച്ച് ധാരാളം ആക്ഷേപങ്ങളുണ്ട്. അതും കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. ധാരാളം ആക്ഷേപങ്ങൾ, ഒരുപാട് ആരോപണങ്ങൾ. സമസ്ത അത് ബ്രിട്ടീഷ് സൃഷ്ടിയാണ്. സമസ്ത ബ്രിട്ടീഷ് സൃഷ്ടിയാണ്. അതുപോലെ തന്നെ മദ്രസ പാഠപുസ്തകത്തിൽ ഇസ്ലാമിക വിരുദ്ധമായ ആശയങ്ങളുണ്ട്. 2ാം ക്ലാസ്സിലെ ഫിഖ്ഹിൽ ഇവിടൊക്കെ ഫ്ലക്സുകളൊക്കെ കണ്ടു. സമസ്ത ബ്രിട്ടീഷ് സൃഷ്ടിയാകുന്നു. സമസ്തയുടെ സ്ഥാപകൻ വരക്കൽ മുല്ലക്കോയ തങ്ങൾ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവറുകൾ സുന്നി വിരുദ്ധനാണ്. സ്വാതന്ത്ര്യ സമരവും സമസ്തയുടെ പാരമ്പര്യവും എന്ന ഈ പുസ്തകം, ഈ പുസ്തകത്തിന്റെ 43-ാമത്തെ പേജ്, ഈ പുസ്തകത്തിന്റെ 43-ാമത്തെ പേജിൽ പറയുന്നു, സമസ്തയുടെ സ്ഥാപക നേതാവ് എന്ന് അവരുടെ തന്നെ പുസ്തകത്തിൽ സമസ്തയുടെ സ്ഥാപക നേതാവ് സുന്നി വിരുദ്ധവും സാമ്രാജ്യത്വ അനുകൂലവുമായ സമീപനത്തിന്റെ ആളാണ് സമസ്തയുടെ പ്രഥമ നേതാവ്. പിന്നെ ആ പ്രസ്ഥാനത്തിന്റെ കഥ എടുക്കാനുണ്ടോ? ഈ പുസ്തകത്തിന്റെ 43-ാമത്തെ പേജ്. വരക്കൽ തങ്ങളുടെ പാരമ്പര്യം എന്ന ഹെഡിങ്ങിലാണ്. സുന്നി വിരുദ്ധവും സാമ്രാജ്യത്വ അനുകൂലവുമായ സമീപനത്തിന്റെ ആളാണ് സമസ്തയുടെ പ്രഥമ നേതാവ് തന്നെ. പിന്നെ ആ പ്രസ്ഥാനത്തിന്റെ കഥ എടുക്കാനുണ്ടോ? ഇങ്ങനെ ബഹുമാനപ്പെട്ട വരക്കൽ മുല്ലക്കോയ തങ്ങളെക്കുറിച്ച് സുന്നി വിരുദ്ധനാണെന്ന് പറയുമ്പോൾ ഞാൻ ചോദിക്കട്ടെ, എന്നു മുതൽക്കാണ് സമസ്ത ബ്രിട്ടീഷ് സൃഷ്ടിയായത്? എന്നു മുതൽക്കാണ് സമസ്ത ബ്രിട്ടീഷ് സൃഷ്ടിയായത്? 2006 സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഈ തരീഖത്തിനെ കുറിച്ച് തീരുമാനമെടുക്കുന്നത് വരെ ഈ ഷെയ്ഖിന്റെ നിലപാടെന്തായിരുന്നു? ഇവർ മാറ്റലയിൽ എഴുതിയിട്ടുണ്ട്, മാറ്റലയിൽ ഷെയ്ഖിനെ പരിചയപ്പെടുത്തിക്കൊണ്ട് പറയാം,
തുടർന്ന് കേരളത്തിലേക്ക് സത്യത്തിന്റെ പ്രബോധനവുമായി കടന്നുവന്നു. വിവിധ തുറകളിൽ അറിയപ്പെട്ട പണ്ഡിതരും പൊതുകാര്യ പ്രമുഖരും ഔലിയാക്കളും സൂഫിയാക്കളും അടക്കം പലരും ഈ മാർഗത്തിൽ ബൈഅത്ത് ചെയ്തു. ഇക്കാലം വരെ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുമായി സഹകരിച്ച് മുന്നോട്ടു പോയ മഹാനവറുകൾ പല ശത്രുക്കളുടെയും എതിർപ്പ് നേരിട്ടിരുന്നു. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുമായി സഹകരിച്ച്, സമസ്ത ഇയാളോട് സഹകരിച്ചെന്നല്ല, ഇയാള് സമസ്തയോട് സഹകരിച്ചു. ഇയാള് സമസ്തയോട് സഹകരിച്ചു. ഇവരുടെ മാറ്റലിൽ എഴുതിയതാണ്. ഖാദിയാനികളും സമസ്തക്കാരും ഒരേ തൂവൽ പക്ഷികളാകുന്നു. ഇവർ മാറ്റിലെഴുതി. ഒരു നാണയത്തിന്റെ ഇരുവശങ്ങളാണ് സമസ്തയും ഷിയായിസവും. ഒരു നാണയത്തിന്റെ രണ്ട് പുറങ്ങളാകുന്നു ഖാദിയാനിസവും സമസ്തയും. ഇതൊക്കെ ഇവരുടെ പുസ്തകത്തിൽ എഴുതിയതാണ്. സമസ്തയും ഖാദിയാനികളും ഒരു നാണയത്തിന്റെ രണ്ട് വശങ്ങളാണ്. സമസ്തയും ഷിയാക്കളും ഒരു നാണയത്തിന്റെ രണ്ട് വശങ്ങളാകുന്നു. സമസ്തയുടെ സ്ഥാപകൻ ബഹുമാനപ്പെട്ട വരക്കൽ മുല്ലക്കോയ തങ്ങൾ സുന്നി വിരുദ്ധനാണ് എന്നൊക്കെ സമസ്ത കേരള ജമിയത്തുൽ ഉലമയെക്കുറിച്ചും അതിന്റെ ആലിമീങ്ങളെക്കുറിച്ചും എഴുതുമ്പോ ഞാൻ ചോദിക്കട്ടെ, ഖുതുബുസ്സമാനാണല്ലോ, സുൽത്താനാണല്ലോ, ആരിഫല്ലേ, 2006 വരെ നിങ്ങളുടെ ഈ വിവരം എവിടെയിരുന്നു? എന്ന് നിങ്ങൾക്ക് സമസ്ത ബ്രിട്ടീഷ് സൃഷ്ടിയായത്? എന്നാണ് സമസ്ത ബ്രിട്ടീഷ് സൃഷ്ടിയായത്? ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമയുമായി സഹകരിച്ച് യൂസുഫ് സുൽത്താൻ മുന്നോട്ട് പോയിരുന്നു എന്ന് അവരുടെ പുസ്തകത്തിൽ തന്നെ എഴുതുമ്പോ സമസ്തയുടെ ആലിമീങ്ങളെക്കുറിച്ചും സമസ്തയെക്കുറിച്ചും ഈ ഷേഖിനുണ്ടായ ഈ വിവരം അന്ന് എവിടെയിരുന്നു? അല്ല, അന്ന് കുത്തുബിന് ഈ കാര്യം തിരിഞ്ഞില്ലേ? പിന്നെ ഇയാളെ കുത്തുവാക്കാൻ പറ്റുമോ? അന്ന് ഈ വലിയന് ഈ കാര്യം മനസ്സിലായില്ലേ? ഇങ്ങനെ ധാരാളം. എന്താ സമസ്തയെക്കുറിച്ച് ഇങ്ങനെയൊക്കെ പറയാൻ കാരണം? സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ചില പ്രമേയങ്ങളാണ്. ഞാൻ ചുരുക്കി പറയാം. ആ പ്രമേയങ്ങളിൽ ഗവൺമെന്റ് കക്ഷിയാകുന്ന ബ്രിട്ടീഷിനെ അനുകൂലിച്ചും കോൺഗ്രസിനെ എതിർത്തും ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പ്രമേയങ്ങളിൽ വന്നിട്ടുണ്ട്. ബഹുമാനപ്പെട്ട മമ്പറന്തങ്ങളും ഉമർ ഖാദിയും ആലിമുസ്ലിയാരും അതുപോലെയുള്ള ആളുകളൊക്കെ ബ്രിട്ടീഷുകാർക്കെതിരെ നിലനിന്നവരാണ്. എന്നാൽ ഈ മഹാന്മാരുടെ പാതയിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ട് ബ്രിട്ടീഷ് അനുകൂല നിലപാടെടുത്തവരാകുന്നു സമസ്തക്കാർ. ഇതാ ഷെയ്ഖിന്റെ കണ്ടെത്തൽ. ഇയാൾക്ക് ഏതായാലും ദീനിനെക്കുറിച്ചൊരു വിവരമില്ല. ദീനിനെക്കുറിച്ചൊരു വിവരമില്ല. മലയാളത്തിൽ എഴുതിയ ഇന്ത്യാ ചരിത്ര പുസ്തകങ്ങളെങ്കിലും ഒന്ന് വായിച്ചുകൂടെ? അയാൾക്ക് വയസ്സും പ്രായക്കായി. ഇനി കുത്തുബാണ്, അപ്പുറം അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് നടക്കാൻ ഇനി സൗകര്യമുള്ള പണി. എന്നാ ഖലീഫന്മാരുണ്ടല്ലോ ചെറുപ്പക്കാർ, അവർക്കൊന്ന് വായിച്ചു നോക്കിക്കൂടെ? ഈ കേരളീയ സമൂഹത്തിന് മുന്നിൽ ഇത്തരം വലിയ അബദ്ധങ്ങൾ വിളിച്ചു പറയുമ്പോ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, തെരീക്കത്തുകാരെന്ന് പറയുമ്പോ പറ്റ മോശക്കാരാകാൻ പറ്റൂലല്ലോ. പറ്റ മോശക്കാരാകാൻ പറ്റുമോ? ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ മമ്പ്രന്തങ്ങളുടെ കാലത്താണോ സമസ്തയുടെ രൂപീകരണം? ബഹുമാനപ്പെട്ട ഉമർ ഖാദിയുടെ കാലത്താണോ സമസ്തയുടെ രൂപീകരണം? ബഹുമാനപ്പെട്ട മമ്പ്രന്തങ്ങളുടെയും ഉമർ ഖാദിയുടെയും അതുപോലെയുള്ള ആ ബഹുമാനപ്പെട്ട ആലിമുസ്ലിയാരുടെയൊക്കെ കാലങ്ങൾക്ക് ശേഷമല്ലേ 920കളിലല്ലേ സമസ്ത കേരള ജമിയത്തുൽ ഉലമ രൂപീകരിക്കുന്നത്? ഈ 920കളിൽ നമ്മുടെ നാട്ടിൽ ബ്രിട്ടീഷുകാരോടും കോൺഗ്രസുകാരോടുമുള്ള സമീപനം എന്തായിരുന്നു? ബഹുമാനപ്പെട്ട മമ്പ്രന്തങ്ങളുടെ കാലത്തും ഉമർ ഖാദിയുടെ കാലത്തും സായുധ സമരത്തിന്റെ മാർഗം വഴി സ്വീകരിച്ചിരുന്ന മുസ്ലിമീങ്ങൾ പിന്നീട് സ്വാതന്ത്ര്യ സമരത്തിന്റെയും നമ്മുടെ രാജ്യത്തിന്റെയും അവസ്ഥ മാറി. ധാരാളം ചരിത്ര പുസ്തകങ്ങൾ. ഈ പുസ്തകം ശ്രീധരമേനോൻ എഴുതിയിട്ടുള്ള കേരളവും സ്വാതന്ത്ര്യ സമരവും എന്ന പേരിൽ ശ്രീധരമേനോൻ എഴുതിയിട്ടുള്ള DC ബുക്സ് പ്രസിദ്ധീകരിച്ച പുസ്തകമാണിത്. ധാരാളം പുസ്തകങ്ങളുണ്ട്. ഇന്ത്യാ ചരിത്രം വിശദീകരിക്കുന്ന പുസ്തകങ്ങളിലൊക്കെ കാണാം. രണ്ട് സാഹചര്യങ്ങളാണ്.
ബഹുമാനപ്പെട്ട മമ്പ്രന്തങ്ങളുടെ കാലത്തും ഉമർ ഖാദിയുടെ കാലത്തും ഉണ്ടായിരുന്ന സാഹചര്യം എന്താണോ ആ സാഹചര്യമായിരുന്നില്ല 920കളിൽ സമസ്ത രൂപീകരണ കാലത്തും ശേഷവും ഉണ്ടായത്. ബ്രിട്ടീഷിന്റെ നേതൃത്വത്തിൽ നടന്നിരുന്ന ഇലക്ഷനുകളിൽ മുസ്ലിം ലീഗിന്റെയും സ്ഥാനാർത്ഥിയായി നിൽക്കുകയും ഇലക്ഷന് മുസ്ലിമീങ്ങൾ വോട്ട് ചെയ്യുകയും അങ്ങനെ മദിരാശി അസംബ്ലിയിലൊക്കെ മെമ്പറാവുകയും ചെയ്ത ആ സംഭവങ്ങളൊക്കെ പ്രായമുള്ള ആളുകൾക്ക് അറിയാമല്ലോ. ആ മഹാനായ മമ്പ്രന്തങ്ങൾക്ക് ശേഷം സ്വാതന്ത്ര്യ സമരത്തിന്റെ രൂപം വ്യത്യാസപ്പെടുകയും കോൺഗ്രസിനോട് എതിരു നിൽക്കുന്ന സാഹചര്യം മുസ്ലിമീങ്ങൾ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. ലഹളയ്ക്ക് ശേഷമുള്ള രാഷ്ട്രീയ രംഗം, ലഹളയ്ക്ക് ശേഷമുള്ള മലബാറിലെ രാഷ്ട്രീയ അന്തരീക്ഷം പ്രായേണ ശാന്തമായിരുന്നു. കോൺഗ്രസുകാർക്കെതിരെ പൊതുജനങ്ങൾക്കിടയിൽ വ്യാപകമായ വിദ്വേഷം നിലനിന്നു. ഖിലാഫത്ത് പ്രസ്ഥാനത്തെ കോൺഗ്രസുകാർ പിന്തുണച്ചതാണ് 1921 ധാരണ സംഭവങ്ങൾക്ക് കാരണമെന്ന് ഹിന്ദുക്കൾ വിശ്വസിച്ചു. നേരെ മറിച്ച് മുസ്ലിങ്ങളാവട്ടെ ഖിലാഫത്ത് പ്രസ്ഥാനത്തിൽ ചേരാൻ തങ്ങളെ പ്രേരിപ്പിച്ച കോൺഗ്രസുകാർ സമയമായപ്പോൾ തങ്ങളെ കൈയൊഴുകയും പോലീസിന്റെയും പട്ടാളത്തിന്റെയും ദയാദാക്ഷിണ്യങ്ങൾക്ക് വിട്ടുകൊടുക്കുകയും ചെയ്തുവെന്ന് പരാതിപ്പെട്ടു. ഈ അന്തരീക്ഷത്തിൽ കോൺഗ്രസുകാർക്ക് പരസ്യമായി രംഗത്ത് വരാനോ ഫലപ്രദമായ എന്തെങ്കിലും പ്രവർത്തനങ്ങൾ ഏർപ്പെടാനോ കഴിഞ്ഞിരുന്നില്ല. ഇങ്ങനെ ഈ സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ട്, സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് രചിക്കപ്പെട്ട ചരിത്രങ്ങൾ പരിശോധിക്കുമ്പോൾ ആ സമയങ്ങളിൽ കോൺഗ്രസ് മുസ്ലിമീങ്ങളുടെ ശത്രുപക്ഷത്ത് നിലനിന്നിരുന്ന സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. ആ സമയത്തുള്ള പ്രമേയങ്ങളാണ്. ആ പ്രമേയങ്ങളെ സമസ്തയുടെ രൂപീകരണത്തിന്റെയും എത്രയോ മുമ്പ് കഴിഞ്ഞുപോയിട്ടുള്ള മമ്പ്രന്തങ്ങളുടെയും ഉമർ ഖാദിയുടെയും കാലഘട്ടവുമായി ചേർത്ത് വായിച്ചുകൊണ്ട് സമസ്തക്കെതിരെ കുതിര കയറുമ്പോൾ ഇതൊക്കെ ശൈഖിനും തരീഖത്തിനും ഖലീഫമാർക്ക് യോജിച്ച പണിയാണോ? ഇതൊക്കെ ആലോചിക്കണ്ടേ? മാത്രമല്ല, ഞാൻ നിർത്തുന്നു, ബഹുമാനപ്പെട്ട സമസ്തയുടെ പാഠപുസ്തകത്തെക്കുറിച്ച് അടുത്ത പരാതി. സമസ്തയുടെ 2ാം ക്ലാസ്സിലെ പാഠപുസ്തകം, ആ 2ാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിന്റെ ഒരു വരി, മുസ്ലിമാവാൻ നിർബന്ധമായ കാര്യങ്ങൾ 5 അവക്ക് ഇസ്ലാം കാര്യങ്ങൾ എന്ന് പറയുന്നു. ആ മുസ്ലിമാവാൻ നിർബന്ധമായ കാര്യങ്ങൾ 5 അവരുടെ ആക്ഷേപം, മുസ്ലിം ആവണമെന്നുണ്ടെങ്കിൽ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു അശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹി എന്ന് അംഗീകരിച്ചാൽ മതിയല്ലോ. മുസ്ലിമാവാൻ നിർബന്ധമായ കാര്യങ്ങൾ 5 പറയാൻ പറ്റുമോ? അത് ഇസ്ലാമിക വിരുദ്ധല്ലേ എന്നാ ചർച്ച ചെയ്യാം. പ്രിയപ്പെട്ട സഹോദരന്മാരെ, 2ാം ക്ലാസ്സിലെ സ്വാതന്ത്ര്യ സമരവും സമസ്തയുടെ പാരമ്പര്യവും എന്ന ഈ പുസ്തകം, ഞാൻ നേരത്തെ പറഞ്ഞ പുസ്തകം, ആ പുസ്തകത്തിന്റെ 46ാമത്തെ പേജ്, 46ാമത്തെ പേജിൽ പരാമർശമുണ്ട്. ഒരാൾ മുസ്ലിമാകണമെങ്കിൽ ഷഹാദത്ത് കലിമ അംഗീകരിച്ചാൽ മാത്രം മതിയെന്ന് ആർക്കും അറിയാവുന്നതാണ്. ഒരാൾ മുസ്ലിമാകണമെങ്കിൽ ഷഹാദത്ത് കലിമ അംഗീകരിച്ചാൽ മാത്രം മതിയെന്ന് ആർക്കും അറിയാവുന്നതാണ്. ഞാൻ ചോദിക്കട്ടെ, 2ാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിന്റെ മേൽ കുതിര കയറുന്ന തരീഖത്തുകാരാ? എന്താ പാഠപുസ്തകത്തിന്റെ അവസ്ഥ ഞാൻ വിശദീകരിക്കാം. ഞാൻ തിരിച്ചും ചോദിക്കട്ടെ, നിങ്ങളുടെ സത്യമാർഗം പ്രസിദ്ധീകരിച്ചിട്ടുള്ള സ്വാതന്ത്ര്യ സമരവും സമസ്തയുടെ പാരമ്പര്യവും എന്ന ഈ പുസ്തകത്തിന്റെ 46ാമത്തെ പേജിൽ എഴുതി ഈ വരിയെക്കുറിച്ച് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? ഒരാൾ മുസ്ലിം ആകണമെങ്കിൽ ഷഹാദത്ത് കലിമ അംഗീകരിച്ചാൽ മാത്രം മതിയെന്ന് ആർക്കും അറിയാവുന്നതാണ്. ഇവിടുത്തെ ഖാദിയാനികൾ മുസ്ലിങ്ങളാണോ കാഫിറുകളാണോ? ഖാദിയാനി കാഫിറാണെന്ന് ഈ തരീഖത്തുകാർക്ക്, ഖാദിയാനി മുസ്ലിമാണെന്ന് ഈ തരീഖത്തുകാർക്ക് അഭിപ്രായം ഉണ്ടോ? ഖാദിയാനികൾ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വ അശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹി എന്ന് അംഗീകരിക്കുന്നവരല്ലേ? അവർ മുസ്ലിങ്ങളാണെന്ന് അഭിപ്രായപ്പെടാൻ പറ്റുമോ? ഒരാൾ മുസ്ലിമാകണമെങ്കിൽ ഷഹാദത്ത് കലിമ അംഗീകരിച്ചാൽ മാത്രം മതി എന്ന് ആർക്കും അറിയാവുന്ന ഷഹാദത്ത് കലിമ അംഗീകരിക്കുന്നവരല്ലേ ഖാദിയാനികൾ? അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വ അശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹി എന്ന് അംഗീകരിച്ചവരല്ലേ ചേകനൂരിന്റെ ആളുകൾ? അവർ മുസ്ലിങ്ങളാണെന്ന് അഭിപ്രായപ്പെടാൻ പറ്റുമോ? ഒരാൾ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വ അശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹി എന്ന് അംഗീകരിക്കുന്നു, അതോടൊപ്പം നിസ്കാരത്തിന് നിർബന്ധത്തെ നിഷേധിക്കുന്നു, മുസ്ലിമാവോ? പങ്കെടുക്കാനായോ?
അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹി എന്ന് അംഗീകരിക്കുന്നു, അതോടൊപ്പം സക്കാത്ത് നിഷേധിക്കുന്നു, മുസ്ലിമാവോ? അപ്പൊ പാഠപുസ്തകത്തിനെതിരിൽ കുതിര കയറുമ്പോൾ നിങ്ങൾ ആലോചിക്കണം, നിങ്ങളുടെ പുസ്തകങ്ങളിൽ ഇത്തരം വാചകങ്ങളുണ്ട്, അബദ്ധങ്ങളുണ്ട്, ധാരാളം അബദ്ധങ്ങളുണ്ട്. ഞാൻ നിർത്തുകയാണ്. എന്താ പാഠപുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ളത്? ഇത് 2ാം ക്ലാസ്സിലെ ഫിഖ്ഹ. അതേ ക്ലാസ്സിലെ തന്നെ മറ്റൊരു പുസ്തകമാണ് അഖീദ. ഈ അഖീദ പുസ്തകത്തിൽ വളരെ കൃത്യമായി കൊണ്ട് പറയുന്നു, ആ മുസ്ലിമാവാൻ 2 ഷഹാദത്ത് കലിമ അർത്ഥം അറിഞ്ഞ് മനസ്സിൽ ഉറപ്പിച്ച് വ്യക്തമാക്കി പറയണം. ക്ലിയർ ആയില്ലേ വിഷയം? ആ മുസ്ലിമാവാൻ ഈ 2 ഷഹാദത്ത് കലിമ അർത്ഥം അറിഞ്ഞ് മനസ്സിൽ ഉറപ്പിച്ച് ചെല്ലണം. 2ാം ക്ലാസ്സിലെ കൊച്ചുകുട്ടികൾക്ക് പഠിപ്പിക്കുന്ന ഫിഖ് എന്ന പാഠപുസ്തകം. ഈ ഫിഖ് എന്ന പാഠപുസ്തകത്തിൽ നിസ്കരിക്കേണ്ട ആവശ്യമില്ല, സക്കാത്തിന്റെ ആവശ്യമില്ല, ഹജ്ജിന്റെ ആവശ്യമില്ല, നോമ്പിന്റെ ആവശ്യമില്ല, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹി മാത്രം പറഞ്ഞാൽ മതി എന്നാൽ തന്നെ മുസ്ലിമാകും എന്ന് എഴുതി വെച്ചാൽ ഈ കൊച്ചുകുട്ടികൾക്ക് ലഭിക്കുന്ന സന്ദേശം എന്തായിരിക്കും? ഇത് പാഠപുസ്തകമാണല്ലോ, ഇത് വായിക്കാനുള്ള പുസ്തകമല്ലല്ലോ. ഒരു യോഗ്യനായ മുഅല്ലിം കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന പുസ്തകമല്ലേ ഇത്? എന്താ ഒരു മുഅല്ലിമിന്റെ ബാധ്യത? ഈ കുട്ടികൾക്ക് പാഠപുസ്തകത്തിന്റെ ഓരോ വരികളും ശരിയായ രീതിയിൽ പറഞ്ഞു കൊടുക്കുക എന്നുള്ളതല്ലേ? ഇവർ പറഞ്ഞതുപോലെ സക്കാത്തും വേണ്ട, ഹജ്ജും വേണ്ട, ഇത് മാത്രം മതി എന്നാൽ തന്നെ മുസ്ലിമാകും എന്ന് ഈ പാഠപുസ്തകത്തിന്റെ വരിയിൽ വന്നാൽ സക്കാത്തിനെക്കുറിച്ചും നിസ്കാരത്തെക്കുറിച്ചും ഹജ്ജിനെക്കുറിച്ചും തെറ്റായ സന്ദേശം കൊച്ചു മനസ്സുകളിൽ വരാൻ കാരണമാകൂലേ? അതാണ് അവിടെ സമസ്ത ചെയ്യേണ്ടത്. എന്നാൽ തിരിച്ചൊരു തെറ്റായ സന്ദേശം ഉണ്ടാവൂലേ? അവിടെയാണല്ലോ ഒരു ഉസ്താദിന്റെ പ്രവർത്തനം വരുന്നത്. അതേ ക്ലാസ്സിലെ തന്നെ മറ്റൊരു പുസ്തകം അഖീദയിലെ കാര്യം വ്യക്തമായി പറയുകയും ചെയ്തില്ലേ? അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ, പാഠപുസ്തകത്തിന്റെ പേരിൽ ആക്ഷേപിക്കുക എന്നുള്ളത് തീർത്തും അബദ്ധ. ഇതേ രൂപത്തിൽ ഇത് അബദ്ധമാണെങ്കിൽ ഇതേ രൂപത്തിലുള്ള വാചകങ്ങൾ നിങ്ങളുടെ പുസ്തകത്തിലുണ്ട്. ഇത് അബദ്ധമാണെങ്കിൽ ഇതേ രൂപത്തിലുള്ള വാചകം നിങ്ങളുടെ പുസ്തകത്തിലുണ്ട്. ഞാൻ അവസാനിപ്പിക്കുന്നു. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹു നമുക്കെല്ലാവർക്കും ഹഖിന് തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും.